സാന്നിധ്യം അനുഭവിക്കുവാൻ തരുന്ന ഈ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിലായി കർത്താവെ ഞങ്ങളായിരിക്കുന്നു, പല ഭവനങ്ങളിൽ ആയിരിക്കുന്നു. അവിടെയെല്ലാം ഞങ്ങളെ കാക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുവാൻ തരുന്ന ഈ അവസരത്തിനായി സ്തോത്രം. അല്പസമയം ഞങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയിൽ ചിലവിടുന്നത് കർത്താവെ ഞങ്ങൾക്ക് ആത്മീക ബലത്തിനായിരിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരാധനകൾ അവിടുത്തെ സന്നിധിയിൽ സുഗ്രാഹ്യമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാധന ലീഡ് ചെയ്യുവാൻ അവിടുത്തെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ നാമം ഉയർത്തുവാൻ സഹായിച്ചാട്ട്. കടന്നു വരുവാനായി ആഗ്രഹിക്കുന്ന അവർ കർത്താവെ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ സഹായിച്ചാട്ട്. പ്രാർത്ഥനകൾ കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ടുത്തരവരലുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നമ്മളുടെ കർത്താവിൻ്റെ വലിയ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഒരിക്കൽ കൂടെ നമ്മൾക്ക് ഒരുമിച്ച് ഈ മാർച്ച് മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്നവർക്ക് വീഡിയോ ഓൺ ചെയ്യാവുന്നവർ ഓൺ ചെയ്താൽ നന്നായിരിക്കും. പാട്ടുപാടി നമുക്ക് ആരാധിക്കുവാനുള്ള അവസരമാണ്. കർത്താവിൻ്റെ ദാസൻ ബ്രദർ ലാലു പാമ്പാടി നമ്മളോട് കൂടെ ആയിരിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുമിച്ച് ചെയ്യുന്ന ശുശ്രൂഷകളെ നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് അവരോട് കൂടെ പാടി നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾക്ക് ദൈവത്തെ ആരാധനയ്ക്ക് യോഗ്യനായവനെ നമ്മൾക്ക് ആരാധിക്കാം. ബ്രദർ ലാലു പാമ്പാടി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യതിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ സർവശക്തൻ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് നന്ദിയേറിയ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സന്തോഷമുള്ളവരെല്ലാവരും ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യകൃപയും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ പാദപെടുത്തെങ്കിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ ക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കുന്ന തോമസ് അങ്കിളെ, അതുപോലെ തന്നെ ലിൻഡ ആൻറ്റി, മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന തിരുവചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്ത ദാസൻ പ്രിയ തോമസ് കുട്ടിയങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങ് എത്രയോ മഹോന്നതൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്, എത്ര മഹോന്നതനാണ്, ഉന്നതനാണ്. സൈന്യങ്ങളിൽ നായകനായ ആ നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ആരാധന കാണുന്ന, നമ്മുടെ പ്രാർത്ഥന കാണുന്നൊരു സ്വർഗമുണ്ട്. അതുകൊണ്ട് ആരും മൗനമായി നിൽക്കാതെ എല്ലാ ദിനങ്ങളെ തുറന്ന് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും പ്രാർത്ഥനയോടെ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ.
ഇല്ല മഹേശനേ. സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ. സാധുജ്ഞാനം വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. സൈന്യങ്ങളിൽ നായകനങ്ങല്ലയോ, ധന്യനായ ഏകാധിപതിയും. ഇമ്മാനുവേ വീരനാം ദൈവവും നീ, അന്യമില്ലേതും അവനാമം ചേർന്നുപാടി. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. അത്യഗാധം ആഴിയനന്തവാനം, താരാജാലം കാനനപർവ്വതം. മാരിവില്ലും താരും തളിരുമെല്ലാം നിൻ മഹത്വം ഘോഷിക്കും സന്തതം. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോ. നല്ല കർത്താവിനെ ചേർന്ന് പാടുകയും. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണല്ലേ. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? അയോഗ്യനായ നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണല്ലോ, സൈന്യങ്ങളിൽ നായകനായ ധന്യനായ ഏകാധിപതി മാത്രമല്ല, ഇമ്മാനുവേൽ വീരനാം ദൈവം. വീരനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമുക്ക് സുപരിചിതമായൊരു ഗാനത്തിൻ്റെ ഇരടികൾ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നും ഇത്രത്തോളം നമ്മളെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കണ്ണുനീരും ദുഃഖവും നിരാശയും ഏറുന്ന വേളയിലും നമുക്ക് പാടുവാൻ കഴിയണം, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കഷ്ടതയിലും കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും അനുഗ്രഹം. അതുകൊണ്ട് ആ ഗാനത്തിൻ്റെ ഇരടികൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എല്ലാ കാര്യങ്ങളും ചേർത്തടിച്ച് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ.
സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, ഹാഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്യനായി പരദേശിയാ, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, ഏകനായി നിന്യനായി പരദേശിയാ, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്തം വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥനെ. ഇത്രത്തോളം ഹൃദയത്തോടെ ചേർത്ത് പാടിക്കാൻ പ്രിയരെ. സ്വന്തം വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥനെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്ന് പാടും ദൂതർ മധ്യേ ആത്മപാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്ന് പാടും ദൂതർ മധ്യേ ആത്മപാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ശരിയല്ലേ പ്രിയരെ? ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചില്ലേ? ഇത്രത്തോളം ദൈവം നമ്മളെ ഉയർത്തിയില്ലേ?
ഒന്നുമില്ലായ്കയിൽ നിന്നും ഇത്രത്തോളം ദൈവം മാനിച്ചില്ലേ? നമ്മൾ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, ദൈവം എത്രത്തോളം നമ്മളെ മാനിച്ചു, എത്രത്തോളം അനുഗ്രഹിച്ചു. ആ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ വഴി നടത്തിയത്. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യത ഒന്നുമല്ല ദൈവം നമ്മളെ നടത്തിയത്, ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നതെല്ലാം. ശരിയല്ലേ പ്രിയരെ? ആ ബോധ്യമുള്ളവർ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ശരിയല്ലേ മാത്യു അങ്ങളെ? ദൈവം നടത്തിയത് കൊണ്ടല്ലേ നമ്മൾ ഇത്രത്തോളം എത്തുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന് അല്ലെങ്കിൽ നിരാശയുടെ അടിത്തട്ടിൽ കിടന്ന് നമ്മളെ വീണ്ടെടുത്ത് രക്ഷിച്ച് മാനപാത്രമാക്കി തീർത്ത നല്ലൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞിരുന്നാട്ടെ. ഹല്ലേലൂയ. പറയാൻ കഴിയണം, എൻ്റെ യേശുവല്ലാതെ ഈ ഭൂമിയിൽ എനിക്ക് വേറെ ആരുമില്ല. ഹല്ലേലൂയ. എൻ്റെ താതനല്ലാതെ എന്നെ വഴി നടത്തുവാൻ ആരുമില്ല. ഈ ലോകരെല്ലാവരും കൈവിടുമ്പോഴും കൈവിടാതെ നമ്മുടെ മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന നല്ലൊരു പിതാവ് എനിക്കുണ്ട്. അങ്ങനെ പറയാൻ ബോധ്യമുള്ളവർ ആ കണ്ണ് ആ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ. അടുത്ത ഗാനത്തിൻ്റെ വരികൾ ഒന്ന് ചേർന്ന് പാടുന്ന ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വൻ ഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിക്കുന്ന ഭക്തനെ മറന്നു കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. ഈ പാട്ടുകളൊക്കെ നിന്ന് പാടി കർത്താവിനെ സ്തുതിക്കണമെന്നുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്ഷീണിത രോഗത്തോട് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഗാനം നിങ്ങളുടെ രോഗത്തിനൊരു ആശ്വാസമായി മാറട്ടെ. ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഈ ഗാനത്തിൻ്റെ വരികൾ നിങ്ങളുടെ ഒന്ന് തൊടട്ടെ. ഹല്ലേലൂയ. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹ സഖിയാ ക്ഷീണിത
പാടണേ പ്രിയരെ. ഓ നീ ജീവിക്കുന്നതാലേ ഞാനും ജീവിക്കും നിന്നിൽ. നിൻ സ്നേഹമാ കൊടിക്കീഴിൽ ഞാൻ കാണുന്നു ജയം. എൻ രക്ഷകനായ ദൈവമേ, നീ അല്ലാതില്ലാരും യേശു മാത്രം മതി എനിക്ക് നേരത്തും. യേശു മാത്രം മതി എനിക്ക് നേരത്തും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നും തളർത്ത് കളയത്തില്ല, തകർത്ത് കളയത്തില്ല, നമ്മളെ മുക്കിക്കളയത്തില്ല, നമ്മളെ വേദനിപ്പിക്കില്ല. ആ കർത്താവിൻ്റെ ആശ്രയമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവനോടെ സന്തോഷത്തോടെ നമ്മൾ നിലനിൽക്കുന്നത്. ആ ദൈവത്തിന് സകലമാനോ പുകഴ്ചയും കൊടുക്കുക. സന്തോഷമുള്ളവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു നല്ലൊരു ഹാലേലൂയ പറഞ്ഞാട്ടെ. ഹാലേലൂയ! കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം നിങ്ങളെ മാനിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ബ്രദർ ലാലു. നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, അവിടെ ദൈവത്തിന്റെ സന്നിധിയിലല്ലാതെ ആശ്രയം വേറെ ആരുമില്ല എന്ന് പാടുവാൻ, അത് വിശ്വാസത്തോടെ പാടുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞുണ്ട്. സ്നേഹിതരും ഉറ്റവരും ഒക്കെ കൈവിടുമ്പോഴും നമ്മളെ കൈവിടാതെ എൻ്റെ ചാരെ അണഞ്ഞു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി നമ്മൾക്ക് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മളുടെ ഒന്നും കൊണ്ടല്ല, അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചു. നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന് നമ്മളെ അന്വേഷിച്ച് പോയതല്ല. നമ്മളത് ഓർക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ പോക്ക് കണ്ടാൽ ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചു പോയി ദൈവത്തെ കണ്ടുപിടിച്ചു അതുകൊണ്ടാ എന്നുള്ള ഒരു ചിന്തയിൽ ആണ് പലപ്പോഴും പലരുടെയും സംസാരം. എന്നാൽ അങ്ങനെയല്ല. അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ച് നമ്മളെ തേടി സ്വർഗത്തിലെ മഹിമകൾ വിട്ട് ഈ ഭൂമിയിൽ വന്ന് നമ്മളെ പരിപാലിച്ച് നമ്മളെ തൻ്റെ മാർവോട് ചേർത്ത് അണച്ച് മകനെ മകളെ എന്ന് വിളിച്ച് നമ്മളെ നടത്തുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് ഓർത്ത് നമ്മൾക്ക് ദൈവസന്നിധിയിൽ ഭയഭക്തിയോട് കൂടെ ആയിരിക്കാം. നമ്മൾ ഈ പലപ്പോഴും ചർച്ചിൽ ചെല്ലുമ്പോഴേ ഉള്ളൂ ഒരു വിശുദ്ധിയും ഒരു ഇതല്ല. നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ നമ്മുടെ സമീപത്ത് നമ്മുടെ ചാരെ ഉള്ള ഒരു ദൈവമാണ്. സർവവ്യാപിയായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കർത്താവ് അത് ആ വാഗ്ദത്തം ചെയ്ത കാലത്ത് സൂം പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നതായതുകൊണ്ട് നമ്മൾ സൂം പ്ലാറ്റ്ഫോം വഴിയായിട്ടാണ് കർത്തൃസന്നിധിയിൽ കൂടുന്നത് എങ്കിൽ ആ വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുവാൻ മതിയായവനായി നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടത്ത് നമ്മളുടെ സമീപേ താൻ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾക്കായിരിക്കാം. ഭയഭക്തിയോടെ ആയിരിക്കാം. ഉദാസീനതയോടെ ആരും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കരുത്. നമ്മൾക്ക് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളത് പറഞ്ഞിട്ട് ഫ്ലോറിഡയിൽ നിന്നുള്ള റോസമ്മ സിസ്റ്റർ പ്രാർത്ഥിക്കും. കർത്താവ് നമ്മളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മളുടെ പ്രാർത്ഥനകൾക്ക് അവൻ്റെ സമയം അവൻ കേൾക്കും. അവൻ്റെ സമയത്ത് അവിടുന്ന് ഉത്തരം നൽകും. അത് നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മൾ ആദ്യമായിട്ട് ഒരു ദുഃഖവാർത്തയാണ് പറയാനുള്ളത്.
നമ്മൾ ഡോക്ടർ അലക്സിനും ഉഷയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ അലക്സ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ 7 വർഷമായി താൻ പാർക്കിൻസൺസിനാൽ വളരെ പ്രയാസപ്പെട്ട ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ തക്ക സമയത്ത് തൻ്റെ ദാസനെ തൻ്റെ സന്നിധിയിൽ വിളിച്ചു ചേർത്തു. ആ കുടുംബത്തെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പലര് ക്യാൻസർ ട്രീറ്റ്മെന്റിലായിരിക്കുന്നു. ബോംബെയുള്ള പ്രിയ ഡെയ്സിക്കായി പ്രാർത്ഥിക്കാം, ജൂബിനായി പ്രാർത്ഥിക്കാം, ചിന്നുവിനായി പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റ് രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്. സൂസിക്കായി പ്രാർത്ഥിക്കാം, തമ്പിക്കായി പ്രാർത്ഥിക്കാം, ബാബുനായി പ്രാർത്ഥിക്കാം, ജോസായയ്ക്കായി പ്രാർത്ഥിക്കാം. ജോസായ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. കഴിഞ്ഞ ദിവസം ജോസായുടെ മദറിനെയും സഹോദരങ്ങളെയും കാണുവാനിടയായി. അവരെ ഓർത്ത്, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ടെനസിയിലുള്ള അലക്സനായി, ശാന്തിക്കായി പ്രാർത്ഥിക്കുക, ദീപകനായി പ്രാർത്ഥിക്കുക. ഇവരുടെ ഒക്കെ ശരീരത്തിന്റെ ക്ഷീണിതാവസ്ഥകളിൽ ദൈവം ബലം പകരുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ പലരും ക്ഷീണിതരാണ്. പ്രായത്തിന്റെ പ്രയാസത്താൽ ശാരീരികമായ ക്ഷീണം അനുഭവിക്കുന്നവരുണ്ട്. അവരെ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിക്കുന്ന മറ്റു പലരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വേണു പാസ്റ്റർ ശരീര സൗഖ്യമില്ലാതെ ഇരിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന് ജോലിയുടെ ആവശ്യമുണ്ട്. തൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പുതിയൊരു ജോലിക്ക് വേണ്ടി നോക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ജോലി ആവശ്യമുള്ള പലര് നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവം തക്കതായ ജോലികളെ ഒരുക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തലമുറകൾക്കായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വിവാഹ പ്രായം എത്തി നിൽക്കുന്ന നമ്മളുടെ മക്കളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. മക്കൾ, കൊച്ചുമക്കളൊക്കെ വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹിതരായി കുടുംബത്തിൽ പ്രയാസ പ്രതികൂലങ്ങളിലായിരിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ, അങ്ങനെ മറ്റ് പലവിധമായ അഡിക്ഷനിൽ ആയിരിക്കുന്ന പലരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം തൻ്റെ കൃപയിൽ വിടുതൽ അയക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മിഡിൽ ഈസ്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ പലരും യാത്രകൾ മാറ്റിവെക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുള്ളവർ, നാട്ടിൽ പോയിട്ടുള്ളവര് ഈ ഫ്ലൈറ്റ് മാറ്റി എപ്പോഴാണ് വരാൻ ഒക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. പലർക്കും പലയിടത്തും എത്തിച്ചേരേണ്ട ആവശ്യങ്ങളുണ്ട്. ദൈവം തൻ്റെ കരുണയിൽ സമാധാനം ലോകത്തിന് നൽകുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഫ്ലോറിഡയിൽ റോസമ്മ സിസ്റ്റർ പ്രാർത്ഥിച്ച് സഹായിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിലായിരുന്നല്ലോ ഞങ്ങളെല്ലാവരും ആയിരുന്നത്. അവിടെ ഇവിടെ ഞങ്ങളെ സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ല കർത്താവേ. അങ്ങയുടെ എല്ലാ മഹിമേറിയ കൃപകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യാഗമർപ്പിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങൾ അലക്സ് എന്ന് പറഞ്ഞ ആ പ്രിയ സഹോദരന്റെ മരണത്തില് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ആ കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ദിവ്യ സമാധാനം കൊണ്ട് ആ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച പലർക്കും ദൈവം കൊടുത്ത വിടുതലിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലപ്പാ. നന്ദി, 1000 10,000 നന്ദി കർത്താവേ. അനേക രോഗികളായിട്ടുള്ളവരുണ്ട് കർത്താവേ. ക്യാൻസർ രോഗികളുണ്ട് കർത്താവേ. ഡയോളസിസ് ചെയ്യുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ, കീമ എടുക്കുന്നവരുണ്ട് കർത്താവേ. ആരോടും പറയാതിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, അവരെല്ലാം എന്റെ അപ്പച്ചൻ അറിയുന്നതിനാല് സ്തോത്രം. അപ്പാ, അവിടുത്തെ കരങ്ങളില് ഞങ്ങൾ എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു.
സമർപ്പിക്കുന്നു. വാർദ്ധക്യ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്, ശരീരവേദനയാൽ വാദത്താൽ ഒക്കെ ഭാരം അനുഭവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെല്ലാം ഉണ്ട് കർത്താവെ. അവരെല്ലാം ഞങ്ങൾ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പൂർണ്ണമായ വിടുതലും ആശ്വാസവും സൗഖ്യം കൊടുത്ത് കർത്താവ് എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം കർത്താവെ. നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ജോലി വേണ്ടിയവർക്ക് ജോലി കൊടുക്കണമേ കർത്താവെ. അനേകര് ജോലിയില്ലാതെ ഭാരപ്പെടുന്നുണ്ട് കർത്താവെ. വഴികളെ തുറന്നവരെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും കർത്താവേ, പ്രായമായ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവസ്ഥകളെ അറിയുന്ന ദൈവമേ, അവർക്ക് വേണ്ടുന്ന തക്ക സമയത്ത് അവർക്ക് വേണ്ടുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് ആൺകുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങളെയും കൊടുത്ത് അവർക്ക് തക്കതായ വിവാഹങ്ങളെല്ലാം ഒരുക്കി ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഈ ലൈനിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവദാസന്മാരെ, ദൈവമക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് പാട്ടുപാടിയ പ്രിയ സഹോദരനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ സഹായിച്ചു അപ്പാ. അങ്ങ് സഹായിച്ചതല്ലാതെ ഞങ്ങൾ ആരും തന്നെ നിന്നതല്ലപ്പാ. ഞങ്ങളെ അങ്ങ് സഹായിച്ചു, അങ്ങ് ഞങ്ങളെ നിർത്തി. എല്ലാത്തിനും മഹത്വം ഞങ്ങളുടെ ദൈവത്തിന്. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞങ്ങൾ എന്തുള്ളു കർത്താവേ, ഞങ്ങളുടെ കുലം എന്തുള്ളു കർത്താവേ. അങ്ങയുടെ കൃപയാണ്, കരുണയാണ്, അവിടുത്തെ ദയാണ്, അവിടുന്ന് ഓർക്കുന്ന ഒരു ദൈവമാണല്ലോ കർത്താവേ. അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവെ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, രോഗികളായിരിക്കുന്നവരുണ്ട്, എല്ലാവരെയും കർത്താവ് വിടുവിക്കണം. യാത്രയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. തക്ക സമയത്ത് വാഹനങ്ങളൊക്കെ കിട്ടുവാൻ, പ്ലെയിനൊക്കെ ക്യാൻസലായി വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടാണല്ലോ പോകുന്നതെങ്കിലും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. യുദ്ധമൊക്കെ സ്വർഗം നിർത്തലാക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. അപ്പനൊരു വാക്ക് കൽപ്പിച്ചാൽ മതിയല്ലപ്പ. അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങൾ അമേരിക്കയിലുള്ള 50 സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കുടുംബത്തെ, സെനറ്റേഴ്സ്, മേജേഴ്സ്, ഹല്ലേലൂയ, ദൈവമക്കള്, ദൈവദാസന്മാര്, ഭരണാധികാരികള്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, കർത്താവെ, ഹല്ലേലൂയ, ജഡ്ജസിനെ എല്ലാം അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പി, എല്ലാ കോൺഗ്രസുമാനെ ഏൽപ്പിക്കുന്ന കർത്താവെ. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ബുദ്ധിയോടെ ജ്ഞാനത്തോടെ കാര്യാദികൾ ചെയ്യുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കണേ. പ്രത്യേകിച്ച് കർത്താവെ, വചനം പറയാൻ പോകുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവില് ദൈവത്തിന്റെ വചനം ഘോഷിപ്പാൻ ഹല്ലേലൂയ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവേ. അതാണ് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും ആശ്വാസവും വിടുതലും. സമാധാനമില്ലാത്തവർക്ക് സമാധാനം, സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യം, വിടുതലും ദൈവം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവിടുത്തെ ദാസനെ ശക്തിയോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ നിർത്തണം കർത്താവ്. പ്രത്യേകിച്ച് ഈ ലൈനിലും കർത്താവെ നടത്തുന്ന ഹല്ലേലൂയ മത്തായിനായും ദേവദാസ് ലിൻഡയ്ക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി, പ്രത്യേകിച്ച് അവരുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് സകലതും നന്നായി അറിയുന്ന ദൈവമാകിയാല് അത്ഭുതം ചെയ്യണം. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അടിയന്റെ കുറവൊന്നും ഈ പ്രയർ ലൈനോടോ ഇന്ന് നടക്കണ്ടേ കർത്താവെ. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ഒന്നും അടിയന്റെ കുറവ് കാരണമായി തീരല്ലേ. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. ദൈവം നിറയ്ക്കണം, ഉള്ളങ്കയിൽ വഹിക്കണം. വരവിന് വേണ്ടി ഞങ്ങളെ അവിടായി ഒരുക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾ ദൈവത്തിന് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, 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 സ്തോത്രം. യേശുപ്പച്ചന്റെ വിലയേറിയ നാമത്തില് താഴ്മേമനെയുമായി അപേക്ഷിക്കുന്ന ദയോട് കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു റോസ്മസ് സിസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടെ റോസ്മസ് സിസ്റ്ററിനെ കാണുവാൻ സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. നമ്മളുടെ ദൈവം പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവം ആണ്. ഞാൻ പെട്ടെന്ന് കർത്താവിൻ്റെ ദാസൻ വചനം സംസാരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ജോയിൻ ചെയ്തവർക്ക് അറിയാം, റോയ് പാസ്റ്റർ വചന ശുശ്രൂഷയ്ക്ക് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, കോട്ടയത്ത് നിന്നുള്ള മിനി എന്നുള്ള സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ആ ദാസി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് കർത്താവ് ഉടനെ മറുപടി നൽകുമെന്ന്. അപ്പോൾ ഈ പ്രവചനത്തിലും പ്രവചന ശുശ്രൂഷകളിലും വിശ്വസിക്കാത്തവരും ക്രിട്ടിസൈസ് ചെയ്യുന്നവരും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ഞാനിത് പറയുന്നതിൻ്റെ കാരണം, ആ ദാസി ഇന്നൊരു മെസ്സേജ് ഇട്ടിരുന്നു. കർത്താവിൻ്റെ ദാസൻ തന്നോട് പറഞ്ഞ വചനം ഏറ്റെടുത്ത് ആ ദാസി പ്രാർത്ഥിച്ചു. എക്സാക്ട്ലി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ
ആ വിഷയത്തിന് മറുപടിയായി നന്ദി പറയണം എന്ന് പറയുവാൻ. നമ്മളുടെ കർത്താവ് ഭോഷ്ക് സംസാരിക്കുന്ന ദൈവമല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് പലപ്പോഴും ദൈവനാമത്തിന് ദൂഷ്യമുണ്ടാകുന്നതെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ വന്നിരിക്കുന്നത് ദൈവവചനത്തിൽ നിന്നും കേൾക്കുവാനാണ്. ഈ ബാക്കി ഇതിൻ്റെ പണ്ടൊക്കെ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പറയും മേജറിങ് ഇൻ മൈനറായിട്ടുള്ള കാര്യങ്ങൾ അല്ല മേജർ ചെയ്ത് അതിലങ്ങ് പോവുകയാണ്. അങ്ങനല്ല, മേജറായി നമ്മളുടെ വിശ്വാസത്തിൽ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അത് ആഴമായി പഠിച്ചിട്ട് വിശ്വാസത്തിൽ ഉറയ്ക്കണം. ആ വിശ്വാസത്തിൽ ഉറയ്ക്കാനായിട്ട് പുതുതായി ജോയിൻ ചെയ്തിട്ട് ഉള്ളവരുണ്ട്. ഇത് പെന്തക്കോസ്തുകാരുടെ ഒരു മീറ്റിംഗ് എന്നുള്ള ഒരു ഇതിലല്ല. ദൈവവചനം അതിൻ്റെതായിട്ടുള്ള നിലയിൽ ശുശ്രൂഷിക്കുകയും ദൈവത്തിൻ്റെ ആത്മീക ശുശ്രൂഷകൾ നടക്കുകയും അതിൽ കൂടെ ജനം വിടുതലാപിക്കുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ വേച്ചാൻ ഈ പ്രാർത്ഥന 2004 തുടങ്ങിയ കാലം മുതൽ വേച്ചാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടമാണിത്. കർത്താവിൻ്റെ ദാസന്മാര് വചനം സംസാരിക്കും. വചനം നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ക്രിയ ചെയ്യും. പാസ്റ്റർ എബിൻ ജോർജിനെ ദൈവനാമത്തിലെ വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് ഒരുമിച്ച് പോട്ടേഴ്സ് ഹൗസ് പാസ്റ്റർ വേണു എല്ലാവരെയും ദൈവനാമത്തില് വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾക്ക് വേണ്ടത് കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വീകരിക്കാൻ നമ്മൾ ഹൃദയം തുറന്നിരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മൾ മുൻവിധിയോടുകൂടി ഇരിക്കുന്നെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മളുടെ മുൻവിധി നമ്മളെ ആ പോകുന്ന പോക്ക് തള്ളിക്കൊണ്ട് അങ്ങ് പോകും. അതുകൊണ്ട് ദൈവം പറയുന്നത് കേൾക്കുവാനായി സ്വീകരിക്കുവാനായുള്ള മനസ്സോടുകൂടി നമ്മൾക്ക് ആയിരിക്കാം. വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവർ സാഹചര്യങ്ങൾ അനുവദിക്കുന്നെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് എന്നാൽ നന്നായിരിക്കും. മുഖം കണ്ട് വചനം സംസാരിക്കുന്നത് എപ്പോഴും ഒരു ഉത്തേജനമാണ് വചനം സംസാരിക്കുന്നവർക്ക്. പാസ്റ്റർ ടെലസ് ജോസഫ്, അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല, എന്നാൽ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തി അടുത്ത 1 മണിക്കൂർ കർത്താവ് നയിക്കുന്നത് പോലെ താൻ ശുശ്രൂഷ ചെയ്യും. അല്പം മുന്നോട്ട് കടന്നു പോയാലും ക്ഷമയോടെ കൂടെ ലൈനിലായിരിക്കുവാൻ കഴിയുന്നെങ്കിൽ ആയിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ടെലസ് ജോസഫ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമാകുന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ അനുഗ്രഹീത കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനീയ കർത്താവിന്റെ അഭിഷേകം പ്രിയാങ്കള്, അതുപോലെ കർത്താവിന്റെ ദാസി ആന്റി, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബിൻ ജോർജ്, അതുപോലെ മറ്റ് ദൈവദാസന്മാർ, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ പേര് ടെലസ് ജോസഫ് എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ, കേരളത്തിൽ കോട്ടയം ജില്ലയിൽ തലയോരപ്പറമ്പിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ വരുവാൻ കാരണമായി തീർന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബിൻ ജോർജ് ആണ്. അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ സ്നേഹത്തിനായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗീതങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതിനെല്ലാമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം സംസാരിക്കട്ടെ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നത് വരെ തുളച്ചില്ലുന്നതാണ്. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം
നമ്മോട് സംസാരിക്കട്ടെ, നമ്മോട് ഇടപെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് തിരുവചനം ധ്യാനിക്കേണ്ടതിന് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അത് ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ കിടക്കുന്നത് യേശു കാണുന്നു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിയും. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്ത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിനിടയിൽ നടന്ന അത്ഭുതകരമാകുന്ന ഒരു സൗഖ്യത്തെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെരൂശലേം ദൈവാലയത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മതിലിനോട് തൊട്ടു ചേർന്നുള്ള ബെഥസ്ദ എന്നറിയപ്പെടുന്ന ഒരു കുളം. ബെഥസ്ദ എന്ന വാക്കിന്റെ അർത്ഥം കരുണയുടെ കുളം. 5 മണ്ഡപങ്ങളോടുകൂടെ സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിന്റെ കരയിൽ നിരവധിയായ രോഗികൾ സൗഖ്യം കാത്തുകൊണ്ട് കിടക്കുകയാണ്. അതാത് സമയങ്ങളിൽ ഒരു ദൂതൻ വന്നിറങ്ങി കുളത്തിലെ വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. ഇങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ കുളത്തിന്റെ കരയിൽ ദീർഘനാളുകളായി വളരെ ആളുകൾ സൗഖ്യത്തിന് വേണ്ടി കിടക്കുന്നതിനിടയിൽ 38 വർഷമായി രോഗം പിടിച്ചു കിടന്ന ഒരുവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സൗഖ്യത്തെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്നിച്ച് കർത്താവ് തരുന്ന സന്ദേശങ്ങളെ ആത്മാവിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായി. ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ 38 വർഷമായി തുടർച്ചയായ അവസരങ്ങൾ തൻ്റെ മുമ്പിൽ ലഭിച്ചിട്ടും ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയവനാണ് ഈ രോഗിയായ മനുഷ്യൻ. 38 വർഷമായി തന്റെ ജീവിതത്തിൽ അവസരങ്ങൾ ഇല്ലാതെ പോയതല്ല, അവസരങ്ങൾ ഒരുപാട് തുറന്നു വന്നതാണ്. പക്ഷേ ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയവന്റെ അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം, തുടർച്ചയായി കണ്ണെത്തുന്ന ദൂരത്ത് വെച്ച്, കയ്യെത്തുന്ന അകലത്ത് വെച്ച് അവസരങ്ങൾ നഷ്ടമായവന്റെ വേദന. ആ മനസ്സിന്റെ അകത്ത് ഒരുപാട് ചോദ്യങ്ങൾ, ഭാരങ്ങൾ, നിരാശകൾ ഒക്കെ കിടക്കുമ്പോൾ കർത്താവ് അവന്റെ വിഷയത്തിൽ ഇടപെടുകയാണ്. സ്തോത്രം. അപ്പോ അവസരങ്ങൾ ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ ഇല്ലാതെ പോയത് കൊണ്ടല്ല, അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനെ പ്രാപിക്കാൻ കഴിയാത്തൊരനുഭവം. ഒത്തിരി പ്രാവശ്യം ദൂതൻ വന്ന് ഇറങ്ങി വെള്ളം കലക്കി ഒത്തിരി പേര് സൗഖ്യമായതാണ്. അവിടെ എഴുതുന്നുണ്ട്, ഞാൻ തനിയെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു, അവൻ സൗഖ്യമായി പോവുക. ഓരോ പ്രാവശ്യങ്ങളും ഇറങ്ങുമ്പോൾ ദീർഘവർഷങ്ങൾക്ക് മുമ്പേ താൻ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയതാണ്. ഒത്തിരി വൈദ്യന്മാരെ ഇതിനു മുമ്പ് കണ്ടു കാണും. തന്നെത്താൻ നടക്കാൻ കഴിയാത്ത, സൗഖ്യമാകുവാൻ കഴിയാത്ത ഏതോ ഒരു രോഗം തനിക്കുണ്ട്. ഒരു പക്ഷേ പക്ഷാഘാതമായിരിക്കാം, അതല്ലെങ്കിൽ അതിന് സമാനമായ എന്തെങ്കിലും കാര്യമായിരിക്കാം. ഒരുപാട് വൈദ്യന്മാരെ കണ്ടു രോഗത്തിന് ചികിത്സ ചെയ്തു. പക്ഷെ അന്നൊന്നും വിടുവിക്കപ്പെടുവാൻ സാധിച്ചില്ല. കയ്യിലുള്ള പണവും തീർന്ന്, സഹായിക്കാനുള്ള ആളുകളും ഇല്ലാതെ വന്ന്, കുടുംബം പോലും സഹായിക്കാൻ കഴിയാതെ വന്നപ്പോ ഈ മനുഷ്യൻ സൗജന്യമായി ലഭിക്കുന്ന ഒരു സൗഖ്യം എവിടെയുണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ കേൾക്കുന്ന കേൾവി ബെഥസ്ദയെ കുറിച്ചാണ്. അങ്ങനെ ബെഥസ്ദ എന്ന കുളത്തിന്റെ കരയിൽ വന്ന് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഒരു സൗഖ്യത്തിന് വേണ്ടി കിടക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ നാളിതുവരെയായി തൻ്റെ ജീവിതത്തിനകത്ത് ഒരു സൗഖ്യവും ലഭിച്ചിട്ടില്ല. ഓരോ പ്രാവശ്യവും
ദൂതൻ വന്നിറങ്ങി കുളത്തിലെ വെള്ളം കലക്കുമ്പോൾ ഓരോ പ്രാവശ്യവും താൻ വിചാരിക്കും ഈ പ്രാവശ്യം തന്റെ സൗഖ്യമാണെന്ന് ഉറപ്പിച്ചു. ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ കുറെ കൂടെ ആരോഗ്യം ഉണ്ടായിരുന്നു കാണും. ആ സമയത്തൊക്കെ നന്നായി ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ, ആവേശത്തോടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ സൗഖ്യം ഉണ്ടായില്ല. കാരണം തനിക്ക് മുമ്പ് ആരോ ഇറങ്ങി സൗഖ്യം പ്രാപിച്ചു. എന്നാൽ ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോഴും ഈ പ്രാവശ്യം തന്റെ വിടുതലാണ്, സൗഖ്യമാണെന്ന് ഉറപ്പിച്ചിറങ്ങിയതാണ്. പക്ഷെ സൗഖ്യമായില്ല. അങ്ങനെ നനഞ്ഞ് തിരിച്ചു കയറാൻ വിധിക്കപ്പെട്ടവനായി കിടക്കുമ്പോ 6-ാമത്തെ വാക്യം, അവൻ കിടക്കുന്നത് യേശു കണ്ടു. അങ്ങനെ യേശു അവനെ കാണുമ്പോ അവന്റെ ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ കണ്ണിന് മുമ്പിൽ ഉണ്ടായിരുന്നു. 100 കണക്കിന് അവസരങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു കയറിയത്. ഒത്തിരി പ്രാവശ്യം അവൻ ദൂതന്റെ ഇടപെടലുകളെ ഈ കുളത്തിൽ അനുഭവിച്ചതാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ, കണ്ണെത്തുന്ന ദൂരത്ത്, കൈയെത്തുന്ന അകലത്ത് വെച്ച് തുറന്നു വന്ന അവസരങ്ങളെ യഥാർത്ഥമായി വിനിയോഗിക്കാൻ കഴിയാതെ, ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ടവനെ യേശു കണ്ടു എന്ന് എഴുതുന്നെങ്കിൽ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒത്തിരി അവസരങ്ങൾ ജീവിതത്തിന് മുമ്പിൽ തുറന്നു വന്നിട്ട് ആ അവസരങ്ങളെ യഥാർത്ഥമായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതിന്റെ സങ്കടം അകത്തു സൂക്ഷിക്കുന്ന ചിലരോട് കർത്താവ് ഈ വചനത്തിലൂടെ സംസാരിക്കുകയാണ്. സാരമില്ല, നിങ്ങളുടെ അവസ്ഥ കർത്താവ് കാണും. 100 കണക്കിന് ആളുകൾ കിടക്കുന്നതിന്റെ ഇടയിൽ, 1000കണക്കിന് ആളുകൾ സഞ്ചരിച്ചു പോകുന്നതിനിടയിൽ കിടക്കുന്ന ഈ മനുഷ്യനെ ഒത്തിരി പേര് കാണുന്നുണ്ട്. ഒത്തിരി പേരെ ഇദ്ദേഹവും കാണുന്നുണ്ട്. പക്ഷെ യേശു ആ മനുഷ്യനെ കണ്ടതുപോലെ അവനെ കാണാൻ വേറെ ഒരാൾക്കും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതല്ലേ സത്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി പേരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ കാണുന്നുണ്ട്. പക്ഷെ യേശു നമ്മെ കണ്ടതുപോലെ നമ്മെ കാണാൻ ഉലകത്തിൽ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതല്ലേ സത്യം. എല്ലാവരും നമ്മെ കാണുന്നുണ്ട്, എല്ലാവരും നമ്മളെ അറിയാം, നമുക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും കാണാൻ കഴിയാത്തൊരു കാഴ്ച നമ്മെ കണ്ട ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ്. വേദപുസ്തകത്തിൽ ഈ വാക്യത്തെ 3ആയി തിരിച്ചാൽ, അവൻ കിടക്കുന്നത് യേശു കണ്ടു എന്നതൊരു ഭാഗം. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നത് യേശു അറിഞ്ഞു എന്നത് 2ാമത്തെ ഭാഗം. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നത് ചോദിച്ചത് 3ാമത്തെ ഭാഗം. ഈ വചനത്തെ 3 ഭാഗങ്ങളായി വിഭജിച്ച് ഇന്ന് നിങ്ങൾക്ക് കൈമാറാൻ കർത്താവിൽ ഞാൻ ആശിക്കുന്നു. 1ാമത്തെ ഭാഗം, അവൻ കിടക്കുന്നത് യേശു കണ്ടു എന്നാണ്. യേശു കണ്ടു. പുസ്തകത്തില് ദൈവം കണ്ടു എന്ന് പറയുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ട്. അതിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾ എടുത്താൽ, അബ്രഹാമിന്റെ ദാസിയായിരിക്കുന്ന ഹാഗാർ താൻ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുന്ന സമയത്ത് സാറ പറഞ്ഞ ചില വാക്കുകൾ അവളുടെ ഉള്ളിൽ വല്ലാത്ത മുറിവായി മാറുകയും, ഇനി ഈ കൂടാരത്തിനകത്ത് ഞാൻ പാർക്കുന്നില്ല, ഇനി ഈ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ച ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവൾ ചെന്ന് ഒരു ഉറവിനരികെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി. ജനിക്കാൻ പോകുന്ന തലമുറയെക്കുറിച്ചും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അവളോട് സംസാരിച്ചിട്ട്, നീ മടങ്ങിച്ചെന്ന് നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഹാഗാർ തിരിച്ചു വീട്ടിലോട്ട് പോവുക. ഇത് ഞാൻ പറയുമ്പോ പ്രിയപ്പെട്ടവരെ, പലർക്കും പ്രശ്നം പുറത്തല്ല, പലർക്കും പ്രശ്നം അകത്താണ്. വീട്ടിനകത്താണ് പ്രശ്നം. വീട്ടിനകത്ത് പ്രതിസന്ധി അനുഭവിക്കുക. സ്നേഹിക്കപ്പെടേണ്ട പ്രിയപ്പെട്ടവർ, സ്നേഹിക്കേണ്ട പ്രിയപ്പെട്ടവർ തമ്മിൽ മനസ്സിലാക്കാൻ കഴിയാതെ പറഞ്ഞുവിട്ട വാക്കുകൾ മനസ്സിനകത്ത് മുറിവായി മാറിയിട്ട്
കണ്ണു നിറഞ്ഞ് ചങ്ക് തകർന്ന് ഇനി ഞാൻ ഈ വീട്ടിലേക്ക് ഇല്ല എന്ന് ഉറപ്പിച്ച എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇടപെടൽ നടത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരമിറങ്ങി വന്നതുകൊണ്ടല്ലേ ഇന്നും ദൈവസന്നിധിയിൽ ആശ്രയിച്ചു നിൽക്കുന്നത്, പലതും പരിഹരിക്കപ്പെട്ടത്. തിരിച്ചു മടങ്ങുകയാണ്. മനസ്സില്ലാ മനസ്സോടെ ആ കൂടാരത്തിലേക്ക് ഇല്ലെന്നുറപ്പിച്ചിറങ്ങിയിട്ട് തിരിച്ചു മടങ്ങുക. ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് അബ്രഹാം അറിഞ്ഞില്ല, സാറ അറിഞ്ഞില്ല. 318 അഭ്യാസികൾ അവിടെ ഉണ്ട്, അവരറിഞ്ഞില്ല. കൂടാരത്തിൽ എത്രയോ ദാസിദാസന്മാർ വേറെ ഉണ്ട്, അവരാരും അത് അറിഞ്ഞില്ല. പക്ഷേ ഉയരത്തിലെ ദൈവം അതറിഞ്ഞു, അത് കണ്ടു. അവരാരും കാണാത്തപ്പോ കർത്താവ് കണ്ടു. എന്നിട്ട് സ്വർഗത്തിൽ കർത്താവ് വെറുതെ ഇരിക്കുകയല്ല, തന്റെ ദൂതനെ പറഞ്ഞയച്ചു. ഹാഗാർ ചെന്ന് നിൽക്കുന്ന ഉറവിനെ അരികെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് അവളെ തിരിച്ചു മടക്കി അയക്കുമ്പോൾ മനസ്സുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. പ്രൈസ് ദി ലോർഡ്. ഹാഗാർ പറയുകയാണ്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ വേദനകളെ കാണാൻ കഴിയാതെ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പറഞ്ഞുവിട്ട വാക്കുകൾ മനസ്സിന് എത്രമാത്രം ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് അറിയാൻ കഴിയാതിരിക്കുന്ന ആളുകളുടെ ചുറ്റുപാടുകൾ ഉള്ളപ്പോ മനസ്സിലേറ്റ മുറിവുമായി ഇറങ്ങി പുറപ്പെട്ടു പോയവളെ അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം കണ്ണും പൂട്ടി കയ്യും കെട്ടി ഇരിക്കുകയായിരുന്നില്ല. സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ പറഞ്ഞയച്ച് ഹാഗാറിനെ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ഒരുക്കിയെടുത്തെങ്കിൽ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. പ്രിയരെ, നമ്മളെ കാണുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്. കാണേണ്ടവർ കാണാതെ പോകുമ്പോൾ, ചേർത്ത് നിർത്തേണ്ടവർ ചേർത്ത് നിർത്താതെ പോകുമ്പോൾ, സംസാരിക്കേണ്ടവർ സംസാരിക്കാതെ പോകുമ്പോൾ ആ കാണുന്ന ദൈവം ഇറങ്ങി ഇടപെട്ടിരിക്കും. സ്തോത്രം. കാണുന്ന ദൈവം ഇറങ്ങി വന്നിരിക്കും, ഇടപെട്ടിരിക്കും. പുറപ്പാട് പുസ്തകത്തിൽ ഇതിന് സമാനമായ ഒരു സംഭവം എഴുതുകയാണ്. 40 വർഷം മിസ്രൈമിൽ രാജകുമാരനെ പോലെ ജീവിച്ചിട്ട് മിസ്രൈമിൽ നിന്ന് പലായനം ചെയ്ത് ഇത്രോവിന്റെ ആടുകളെ മേയ്ക്കുന്ന ജോലിയിലേക്ക് പോയ മോശയെ കുറിച്ച് വേദപുസ്തകം എഴുതുകയാണ്. ഒരു പ്രാവശ്യം അദ്ദേഹം തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയും കടന്ന് ഹോരേബ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, പർവ്വതത്തിന്റെ മുകളിൽ ഒരു മുൾപടർപ്പ് കത്തുകയാണ്. കത്തുന്ന മുൾപടർപ്പിന്റെ പ്രത്യേകത, അത് നിന്ന് കത്തുന്നുണ്ടെങ്കിലും അത് വെന്തു പോകുന്നില്ല. അതൊരു അത്ഭുതകരമായ കാഴ്ചയായി മോശയ്ക്ക് തോന്നി. മോശ ആ കാഴ്ച എന്താണെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അടുത്ത് ചെല്ലുമ്പോ കാണുന്ന കാഴ്ച, മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ല. ഈ മുൾപടർപ്പിലൂടെ മോശയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താന്ന് പരിശോധിച്ചാൽ, കത്തുന്ന മുൾപടർപ്പാ, പക്ഷെ വെന്തു പോകുന്നില്ല. കത്തുന്നുണ്ട്, മണിക്കൂറുകളായി കത്തുന്നുണ്ട്, നിന്ന് കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ല. ഇത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ ഒരു ചരിത്രമാണ്. നൂറ്റാണ്ടുകളായി അവർ പ്രതിസന്ധിയിലും പീഡകളിലും പ്രയാസങ്ങളിലൂടെ നിന്ന് കത്തുന്നുണ്ട്, പക്ഷെ അവർ നശിച്ചു പോകുന്നില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒത്തിരി നാളുകളായി പല പ്രതിസന്ധിയിലൂടെ പോകുന്നുണ്ട്. ഒന്ന് മാറി പലതായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. രോഗമായിട്ടും മാനസിക പീഡകളായിട്ടും വലിയ വിഷയങ്ങളായിട്ടും ഞെരുക്കങ്ങളായിട്ടും ബുദ്ധിമുട്ടുകളാക്കിയായിട്ട് പല മേഖലകളിൽ നിന്ന് കത്തുക, പക്ഷെ വെന്തു പോകുന്നില്ലല്ലോ. വേഗാൻ ദൈവം അനുവദിക്കുന്നില്ല, ഉടഞ്ഞു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയരെ, ഞാനൊരു കാര്യം പറയാം, എത്ര കത്തലുണ്ടായാലും ചാരമാകാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര പ്രതിസന്ധിയിലൂടെ പോയാലും തീർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഓരോ പ്രാവശ്യവും ഓർക്കും, ഈ പ്രതിസന്ധി എന്റെ അവസാനമാണ്, പക്ഷെ അവസാനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. മോശയോട് ദൈവം പറയാതെ പറയുക, ഇസ്രായേൽ ജനതയെ കുറിച്ച് നിന്ന് കത്തുന്നു, പക്ഷെ വെന്തു പോകാൻ ദൈവം അനുവദിക്കും. മോശയോട് അവിടെ വെച്ച് ദൈവം സംസാരിക്കുമ്പോൾ പറയുന്നൊരു വാക്ക്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ്. ആ വാക്ക് ആവർത്തിക്കുകയാണ് ദൈവം. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു എന്നല്ല, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു എന്നാണ്. വേദപുസ്തകത്തിൽ ഒരു വാക്ക് പോലും അപ്രധാനമായിട്ടുള്ളതില്ല. വിശുദ്ധ ബൈബിളിൽ ഏതെങ്കിലും ഒരു പദം
എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. 2 പ്രാവശ്യം ആ വാക്ക് ആവർത്തിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതി. കർത്താവ് പല കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആമേൻ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. 2 പ്രാവശ്യം ആ പദം ആവർത്തിച്ചു പറയാം. വേദപുസ്തകത്തിൽ ചില വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ട്, ചില വാക്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്, ചില അധ്യായങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരു പുസ്തകത്തിന്റെ പേര് പോലും ആവർത്തനമെന്ന്. പുറപ്പാട് പുസ്തകത്തിന്റെ ചരിത്രത്തെ മോശയുടെ നറേറ്റീവിലൂടെ മോശ അത് നറേറ്റ് ചെയ്യുകയാണ്. മോശ അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇന്നലകളിൽ ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് വന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് ദൈവത്തിൽ നിന്ന് പറഞ്ഞത് പങ്കിട്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ വാക്കുകളിലൂടെ അത് ആവർത്തിക്കപ്പെടുകയാണ്. വീണ്ടും ദൈവത്തിന്റെ വചനത്തിനകത്തൊരു വാക്കെങ്കിലും ആവർത്തിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവം ആ വിഷയത്തെ എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളത് സൂചിപ്പിക്കും. ഒരു ദൂത് ആവർത്തിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവചനം ആവർത്തിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പ്രസംഗം ആവർത്തിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് എന്തോ പ്രത്യേകമായി ഒരു താല്പര്യം ആ ദൂതിലൂടെ നമ്മോട് സംസാരിക്കാൻ ഉണ്ടെന്നുറപ്പിച്ചേ പറ്റൂ. എന്തോ അടിയന്തരമായി ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മോശയോട് ദൈവം സംസാരിക്കുന്നു, എൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. കഷ്ടത അനുഭവിക്കുന്ന ജനം കിടക്കുന്നത് മിസ്രൈമിലാണ്. അവർ ഊഴിയ വിചാരകന്മാരാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊത്തിരി ബദ്ധപ്പാടുകളിലൂടെയാണ് പോകുന്നത്. അവരുടെ ബദ്ധപ്പാടുകളിൽ ഏറ്റവും പ്രധാനം ശാരീരികമായ പ്രതിസന്ധികളാണ്. അവരെ തല്ലി തകർക്കുവാൻ ഊഴിയ വിചാരകന്മാരെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ യൗവനക്കാരും വൃദ്ധന്മാരും മിസ്രൈമിലെ ചേറ്റുകണ്ടങ്ങളിൽ ചവിട്ടി താഴ്ത്തപ്പെടുന്നു. രക്തം വാർന്നുഴങ്ങിയ അതേ ശരീരത്തോടുകൂടെ അവർക്ക് ആ ചേറ്റുകണ്ടങ്ങളിൽ നിന്ന് തിരികെ കൂടാരങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. ചിലരുടെയെങ്കിലും മൃതശരീരത്തെ ദയാദാക്ഷിണ്യം ഇല്ലാതെ ഊഴിയ വിചാരകന്മാർ ആ ചേറ്റുകണ്ടത്തിൽ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. സങ്കടത്തോടെ അവരെല്ലാം കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്. മുമ്പിലത്തേക്കാൾ അധികം അവരെ വല്ലാതെ ഞെരുക്കി. ശരീരത്തിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചു. 2, ആരാധന സംബന്ധമായി അവർ വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് ദൈവത്തെ വിളിക്കാനോ ആരാധിക്കാനോ കഴിയുന്നില്ല. 3, സാമ്പത്തികമായി അവർ ജോലി സംബന്ധമായും അവർ വല്ലാതെ ഞെരുക്കപ്പെടുകയാണ്. അവര് ഒത്തിരി ഇഷ്ടികകൾ ഉണ്ടാക്കി എണ്ണം തികച്ച് കാണിക്കണം. പക്ഷെ അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ, അതിനുള്ള റോ മെറ്റീരിയൽസ് അവർ കൊടുക്കത്തില്ല. ആദ്യം ഒക്കെ നൽകിക്കൊണ്ടിരുന്നു. പിന്നീട് കഠിനമായി അവരോട് പെരുമാറുകയും അതെല്ലാം ഒഴിവാക്കുകയും ചെയ്തു. വിറക് കൊടുക്കുന്നില്ല. വേണ്ടത്ര നിലയിലുള്ള സാധനങ്ങൾ കൊടുക്കാതെ വന്നപ്പോൾ താളടികൾ ശേഖരിക്കുവാൻ അവർ മരുഭൂമിയിലൂടെ ഉഴന്നു നടന്ന് സംഘടിപ്പിച്ച് ഇഷ്ടികയുടെ എണ്ണം തികയ്ക്കുവാൻ അവർ വന്നു. അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ നിലവിളിച്ചു. ഞാനിത് പറയുമ്പോൾ ജോലി സംബന്ധമായി സമ്മർദ്ദം അനുഭവിക്കുന്നവർ, ശാരീരികമായ രോഗങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, ആത്മീക ആരാധനയുടെ സന്തോഷത്തെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം തീരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. ആരും നിങ്ങളെ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. കാണുന്നൊരു ദൈവമുണ്ട്. കാണുന്ന ദൈവം നേരെ സങ്കടം അനുഭവിക്കുന്ന മിസ്രൈമിൽ ജീവിക്കുന്നവരുടെ അടുക്കലല്ല ഇറങ്ങി വന്നത്. പിന്നെ ഇറങ്ങി വന്നത് ദൈവത്തിന് ഉപയോഗിക്കാനുള്ള ഒരു മോശയുടെ അടുക്കലാണ്. ദൈവത്തിന് പ്രയോജനപ്പെടുത്താനുള്ളൊരു മോശ. 40 വർഷം മിസ്രൈമിലെ ജീവിതം, 40 വർഷം മിദ്യാനിലെ ജീവിതം, 40 വർഷത്തെ ആദ്യത്തെ മിസ്രൈമിലെ രാജകുമാരന് തുല്യമായ ജീവിതത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് മിദ്യാനിലെ 40 വർഷത്തെ ജീവിതം. താൻ മിസ്രൈമിലെ സകല ജ്ഞാനവും സകല കാര്യങ്ങളും അഭ്യസിപ്പിച്ചതിന് ശേഷം ഇപ്പം മിദ്യാനിൽ ഒരു ആട് വയ്ക്കുന്ന ജോലിയിലാണ് വന്നു ചേർന്നത്. ജീവിതത്തിൽ പഠിച്ചതോ അനുഭവിച്ചതോ ആർജിച്ചെടുത്തതോ ആയ ഒരു ജ്ഞാനവും ഉപയോഗിക്കേണ്ടാത്തതായ ഒരു സാധാരണമായ അനുഭവത്തിൽ ഇപ്പോൾ ഒരു ഇടയനെ പോലെ മോശ ഒതുങ്ങിക്കൂടി. 40 വർഷങ്ങൾ കൊണ്ട് ആ മനസ്സ് വല്ലാതെ ആ ജോലിയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി. തന്റെ കഴിവുകളെ കുറിച്ചോ പ്രാപ്തിയെക്കുറിച്ചോ സാധ്യതകളെ കുറിച്ചോ ഒന്നും ചിന്തിക്കാത്തവനായി മാറി. അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ച്
തന്റെ കുടുംബത്തെ നോക്കി ആ ചെറിയ കാര്യങ്ങൾക്കകത്ത് 40 വർഷം ഒതുങ്ങിക്കൂടുമ്പോ അടുത്ത 40 വർഷത്തേക്ക് ഒരു രാജ്യത്തെ നയിക്കാൻ വേണ്ടി മോശയെ ദൈവം ഒരുക്കിയെടുക്കുകയാണെന്ന് മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു. ആ മരുഭൂമി കടത്തി ഒരിടയന്മാരും ആടുകളെ കൊണ്ടുപോകാറില്ല. എന്നാൽ മോശ തന്റെ ആടുകളെ ഈ മരുഭൂമി കടത്തി കൊണ്ടുപോവുക. എത്ര പ്രാധാന്യമുള്ള വാക്കുകളാണ്. മരുഭൂമി കടത്തി ഒരിടയന്മാരും ആടുകളെ കൊണ്ടുപോകാറില്ല. അങ്ങനെ കൊണ്ടുപോയാൽ ആടുകളെല്ലാം ചത്തുപോകും. എന്നാൽ മോശ തന്റെ ആടുകളെ മരുഭൂമി കടത്തുക. മോശ ഈ കാര്യം ചെയ്യുമ്പോൾ സർവശക്തിയുള്ള ദൈവം മോശയെ നിരീക്ഷിച്ചു. ദൈവത്തിന് തോന്നി മോശ ആടുകളെ കുറെ കൈ കിട്ടിയപ്പോ മരുഭൂമി കടത്തിയെങ്കിൽ ഇവന്റെ കരത്തിൽ കുറെ ആളുകളെ കൊടുത്താൽ ഇവൻ മരുഭൂമിയെ കടത്തും, അവരെ മരുഭൂമിയെ അപ്പുറത്തെത്തിക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന, നമ്മളെ ഏൽപ്പിച്ച ചെറിയ ദൗത്യമാണെങ്കിലും വിശ്വസ്തയോടെ നമ്മൾ അത് ചെയ്താൽ ദൈവം അതിനെ വിശാലമാക്കും. അല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം അധികത്തിൽ വിചാരകനാക്കുമെന്നല്ലേ ദൈവത്തിന്റെ വചനം. ചെറിയ കാര്യത്തിനകത്ത് വിശ്വസ്തത മോശ കാണിച്ചപ്പോ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. മോശയെ നോക്കി പലരും വെല്ലുവിളിച്ചു, നിന്നെ ഞങ്ങളുടെ ന്യായാധിപനും അധികാരിയുമാക്കിയത് ആരെന്ന് മിസ്രൈമിൽ വെച്ച് ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ കഴിയാതെ ഓടിപ്പോന്നവനാണ് മോശ. എന്നാൽ ചോദ്യം ചോദിച്ചവരുടെ തന്നെ അധികാരിയും ന്യായപാലകനുമാക്കി സർവശക്തിയുള്ള ദൈവം മോശയെ മാറ്റി. നമുക്ക് നേരെ വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ പോലും ദൈവം നമ്മളെ മാനിക്കും. രണ്ടു പേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെ ഓടിപ്പോന്ന മോശ, രണ്ടു പേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെ ഓടിപ്പോന്നവർ, ഭയപ്പെട്ട് ഓടിപ്പോയ മോശ 20 ലക്ഷം പേരുടെ ലീഡറാക്കി സർവശക്തനാകുന്ന ദൈവം അദ്ദേഹത്തെ മാറ്റി. രണ്ടുപേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത വിഷയത്തിൽ തളർന്നുപോയ മോശയെ 20 ലക്ഷം പേരുടെ ലീഡറാക്കി സർവശക്തനാകുന്ന ദൈവം മാറ്റിയിട്ട് അവനോട് സംസാരിക്കുക, എന്നെ ജനത്തിന്റെ കഷ്ടത കണ്ട ദൈവം സ്വർഗത്തിൽ കണ്ണും പൂട്ടിയിരിക്കുകയായിരുന്നില്ല. ഇറങ്ങി മോശയുടെ അടുക്കൽ വരിക. ഇറങ്ങി മോശയുടെ അടുക്കൽ മോശയോട് സംസാരിച്ചു കഴിയുമ്പോൾ അവനെ ആ കാര്യത്തിന് വേണ്ടി പ്രാപ്തീകരിച്ച് തിരിച്ചയക്കുമ്പോ പരിമിതികൾ പലതും പറയുന്നുണ്ട്. ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്, എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല, ഇതെല്ലാം പറയുമ്പോ തമ്പുരാൻ പറയുക, അല്ല, ഞാൻ നിന്നെ അയക്കും. അവസാനം മോശ പറഞ്ഞു, എന്റെ സഹോദരൻ അഹരോൻ എന്നെക്കാൾ നല്ല പ്രാപ്തിയുള്ളവനാണ്, അവനെ അയച്ചാലും. പക്ഷെ മോശയ്ക്ക് അറിയില്ല, ദൈവം മോശയോട് സംസാരിക്കുന്ന നേരം അതിനു മുമ്പേ തന്നെ ദൈവം അഹരോനെ മോശയുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. 40 വർഷം മുമ്പ് ഓടിപ്പോന്ന അനുജനെ തേടി ഇപ്പോൾ അഹരോൻ ഇറങ്ങിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമുക്ക് ആരെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ ആ സമയത്ത് തന്നെ തിരക്കി ഇറങ്ങി കണ്ടുപിടിക്കും. പക്ഷെ 40 വർഷമായി അനുജനെ കാണാതെ പോയതിന്റെ വേദനയിൽ ജീവിക്കുന്ന ആ കുടുംബത്തിൽ അഹരോൻ അന്നൊന്നും അന്വേഷിച്ചിറങ്ങിയില്ല. പക്ഷെ മോശ ഉൾപ്പടർപ്പിനോട് അടുക്കുന്ന സമയം അഹരോൻ നേരെ താഴ്വരയിൽ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോൾ ഹോരേബിന്റെ അടിവാരത്ത് വെച്ച് അഹരോനെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. ഒരു ദൂത് ഞാൻ പറയാം, നീ ദൈവ പദ്ധതിയിലേക്ക് തിരിഞ്ഞാൽ, ദൈവകുഞ്ഞെ, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് തിരിഞ്ഞാൽ നീയുമായി സഹകരിക്കേണ്ടവരെ ദൈവം നിങ്ങളുമായി കണക്ട് ചെയ്തിരിക്കും. നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ ദൈവം പുനഃസ്ഥാപിച്ചിരിക്കും. ചേർന്ന് നിൽക്കേണ്ട ചില ബന്ധങ്ങളെ ദൈവം നിങ്ങളുമായി കണക്ട് ചെയ്തിരിക്കും. ഒരു കാര്യം പറയാം, മോശയെ ദൈവം തെരഞ്ഞെടുത്തു. മോശയെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ മോശയിലൂടെ മാത്രമല്ല ആ ദൈവ പദ്ധതി നിവർത്തീകരിക്കാൻ ദൈവം ആഗ്രഹിച്ചത്. മോശയുടെ സഹോദരൻ അഹരോനെ ഒരു പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനം നൽകി മോശയുടെ ശുശ്രൂഷയുടെ ഒപ്പം ഭാഗമായി ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. മോശയുടെ സഹോദരി മിരിയാമിനെ ഒരു പ്രധാനപ്പെട്ട പ്രവാചികയായി ആ സഹോദരി വൃന്ദത്തിന്റെ ലീഡർഷിപ്പിലേക്ക് ദൈവം കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. മോശയുടെ അമ്മായിയപ്പൻ ഇത്രോവിനെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾക്കായി ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. മോശയുടെ അളിയൻ കേന്യനെ കുറിച്ച് ദൈവത്തിന്റെ വചനം എഴുതുന്നു, അദ്ദേഹത്തെയും ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരെ എല്ലാം ദൈവം ഉപയോഗിച്ചിരിക്കും.
ഇന്ന് കർത്താവിന്റെ കൃപയിലേക്ക് വരാത്ത, ദൈവസ്നേഹത്തിലേക്ക് വരാത്ത, കർത്താവിന്റെ കൃപയിലേക്ക് വരാത്ത, നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത, നിങ്ങളോടൊപ്പം ആയിരിക്കാത്ത പലരും ആത്മീയത്തിലേക്ക്, കർത്താവിന്റെ കൃപയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് താല്പര്യപൂർവം വരാനുള്ള സാഹചര്യം ദൈവം ഒരുക്കിയിരിക്കും. നിങ്ങൾ ദൈവ പദ്ധതിയിലേക്ക് തിരിഞ്ഞാൽ, നിങ്ങൾ ദൈവശബ്ദത്തിലേക്ക് തിരിഞ്ഞാൽ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടത്തിലേക്ക് എപ്പോഴാണോ നിങ്ങൾ തിരിയുന്നത്, ആ നിമിഷം ദൈവം ചില ബന്ധങ്ങളെ പുനഃസ്ഥാപിച്ചിരിക്കും. വീട് വിട്ടുപോയ, നാട് വിട്ടുപോയ സ്വന്തം അനുജനെ അന്നേരം ഒന്നും അന്വേഷിക്കാതിരുന്ന അഹരോൻ ഇപ്പോ അന്വേഷിച്ചു തേടിപ്പിടിച്ച് കണ്ടെത്തുക. സ്തോത്രം. പിന്നീട് അങ്ങോട്ട് സന്തത സഹചാരിയായി മാറുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്നൊരു കർത്താവുണ്ട്. വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ അങ്ങനെയുള്ള വാക്യങ്ങൾ പല ഭാഗങ്ങളിൽ എഴുതുന്നു. എല്ലാം പറയാൻ ഇന്ന് നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ ആ വാക്കുകളെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. പലയിടങ്ങളിൽ കർത്താവ് കണ്ടു എന്ന് പറയുന്ന ഭാഗം. പുതിയ നിയമത്തിലേക്ക് വന്നാൽ, പുതിയ നിയമത്തിൽ കർത്താവായ യേശു കടൽക്കരയിൽ നിൽക്കുമ്പോ പുരുഷാരം വചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിരക്കിക്കൊണ്ടിരിക്കുന്നിടയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു എന്ന് എഴുതുന്നു. യേശു കണ്ടു. 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. അതിൽ ശീമോനുള്ളതായി ഒന്നില്ല. അവൻ കയറി, ഈ പടക് കരയിൽ നിന്ന് അല്പം ഒന്ന് നീക്കാമോ എന്ന് ചോദിച്ചു. ആ പടക് ശീമോൻ അല്പം ഒന്ന് നീക്കിക്കൊടുത്തു. പടകിൽ ഇരുന്നു കൊണ്ട് കർത്താവ് പുരുഷാരത്തോട് സംസാരിച്ചു തീർന്ന ശേഷം ശീമോൻ പത്രോസിനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. അപ്പോഴാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ പത്രോസ് വിവരിക്കുകയാണ്. അതാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, എങ്കിലും ഒന്നും കിട്ടിയില്ല. ഗെനസരത്ത് തടാകക്കരയിലെ ഏറ്റവും മിടുക്കനായ മീൻപിടുത്തക്കാരനാണ് പത്രോസ് എന്ന് പറയേണ്ടി വരും. അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. കടലിന്റെ ആഴം അറിയുന്ന, മീനുകളുടെ വരവ് അറിയുന്ന, എവിടെ മീനുണ്ടെന്ന് നന്നായിട്ട് അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു മത്സ്യബന്ധന ജോലി ചെയ്യുന്നയാളാണ് ഈ പത്രോസ്. പക്ഷെ പത്രോസിന് കഴിഞ്ഞ രാത്രിയിലെ അധ്വാനം ശൂന്യമായി. പടകെല്ലാം ശൂന്യമാണ്. വീട്ടിലേക്ക് പോകാനേ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളുടെ മുഖം കാണാൻ കഴിയില്ല. കിട്ടുന്ന മീന് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിതത്തിൽ കാര്യങ്ങൾ നടത്തി വന്നത്. പക്ഷെ കഴിഞ്ഞ രാത്രിയിൽ ശൂന്യതയായി. പലരും അവനെ നോക്കി പറഞ്ഞു, നിന്റെ ജീവിതത്തിന്റെ അകത്ത് സാധ്യതകൾ അടഞ്ഞു, വഴികൾ അടഞ്ഞു, ഇനി നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, ഈ തൊഴിൽ കൊണ്ട് നിനക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, മറ്റെന്തെങ്കിലും നീ നോക്കേണ്ടി വരും എന്ന് ചിലരെങ്കിലും അവനോട് പറഞ്ഞു കാണും. വിഷണ മനസ്സോടുകൂടെ ചങ്ക് തകർന്നവൻ നിൽക്കുമ്പോഴാ കർത്താവ് ആ പടക് കാണുന്നത്. യേശുവിന്റെ കണ്ണിൽ ആ പടക് ഉടക്കിയതോടുകൂടെ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങി. ആ പടക് കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തു. ആ പടകിൽ ഇരുന്നു കൊണ്ട് കർത്താവ് പുരുഷാരത്തോട് സംസാരിച്ചു. യേശുവിന് വേണ്ടി പത്രോസ് ഒരു പ്ലാറ്റ്ഫോം കടലിൽ ഒരുക്കിയപ്പോ പത്രോസിന്റെ ലൈഫിൽ ഒരു വലിയ പ്ലാറ്റ്ഫോം കർത്താവ് ഒരുക്കി കൊടുത്തു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ആ സ്റ്റേറ്റ്മെന്റ്. യേശുവിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം പത്രോസ് ഒരുക്കി കൊടുത്തപ്പോ പത്രോസിന്റെ ലൈഫിൽ ഒരു വലിയ പ്ലാറ്റ്ഫോം കർത്താവ് ഒരുക്കി കൊടുത്തു. ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം ശൂന്യതയാണ്, കർത്താവ് ആ ശൂന്യതയെ കാണുന്നുണ്ട്. ലോകത്തിൽ ഒരാളും ആ ശൂന്യതയെ കണ്ടില്ല. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കിയപ്പോൾ അവന്റെ ജീവിതത്തിൽ പെരുത്ത മീൻകൂട്ടം കിട്ടി. 1 അല്ല 2 പടക് നിറച്ചു. തിരിച്ചു വരുന്നത് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ശൂന്യമായി തിരിച്ചു വന്ന പടകുകൾ 2ഉം ഇപ്പോൾ നിറഞ്ഞു തിരിച്ചു വരിക. വലിയ നിറവിന്റെ നടുവിൽ നിൽക്കുമ്പോ കർത്താവ് പത്രോസിനോട് പറയുകയാണ്. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ പാപിയാണ് കർത്താവേ, എന്നെ വിട്ടു പോകണം. ഉടനെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. വലിയ നിറവിന്റെ നടുവിൽ നിൽക്കുമ്പോ നിറവുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷത്തിനകത്ത് ഇനി ഒരു സാധ്യത എന്റെ ജീവിതത്തിൽ തുറന്നു കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോവുകയല്ല പത്രോസ് ചെയ്തത്. പകരം വള്ളത്തെയും ആ മീനിനെയും വലയെയും എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. നന്മകളുടെ പുറകെ പോയില്ല,
പകരം നന്മ തന്നവന്റെ പുറകെ പോയി. യേശു ആ പടകിനെ കണ്ടപ്പോ ആ പടകിൽ ഒരു നിറവുണ്ടായെങ്കിൽ നിങ്ങളുടെ ശൂന്യതകളെ കർത്താവ് നിറയ്ക്കും. നിങ്ങളുടെ ഭാരങ്ങളെ കർത്താവ് മാറ്റും. നിങ്ങളുടെ കണ്ണുനീരുകളെ ദൈവം തുടയ്ക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ വഴിത്തിരിവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെയോ ശൂന്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ശൂന്യതകൾക്ക് അപ്പുറമുള്ള നിറവുകളിലേക്ക് ദൈവം നമ്മളെ നടത്തുമെന്ന് മാത്രമല്ല, നമ്മെക്കുറിച്ചുള്ള ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ദൈവം നടത്തുക. എന്തായിരുന്നു പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം? പത്രോസിനെ ദൈവത്തിന് ഉപയോഗിക്കണമായിരുന്നു. ആയിരക്കണക്കിന് ആളുകളെ ഒന്നിച്ച് കർത്താവിന് വേണ്ടി നേടാനുള്ള ഒരു വലിയ ദൈവകൃപ ആ മനുഷ്യന്റെ മേൽ ദൈവം ഒന്ന് പകരുകയായി. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഒരൊറ്റ പ്രസംഗം കൊണ്ട് 13-ലധികം രാജ്യങ്ങളിൽ നിന്ന് ഓടിക്കൂടിയ യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് 3000 പേരെ സ്നാനപ്പെടുത്താൻ ആ മനുഷ്യന്റെ ഒരൊറ്റ പ്രസംഗം മതിയായി. ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുകയായി. ശൂന്യമായ പടകുമായി നിന്നവനോട് അന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദം ചില വർഷങ്ങൾ കഴിഞ്ഞ് ജീവിതത്തിൽ നിറവേറുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ ഒന്നിച്ച് കർത്താവിലേക്ക് നേടുവാൻ ഒരവസരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൈവന്നെങ്കിൽ, ഇന്ന് ശുശ്രൂഷയിലാകട്ടെ ജീവിതത്തിലാകട്ടെ ശൂന്യത അനുഭവിച്ച് അടുത്ത ദിവസം എന്താണെന്ന് അറിയാൻ കഴിയാതെ നിൽക്കുവാണേലും സാരമില്ല, കാണുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരു ഉപമ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞ ഉപമയാണ്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു കടുകുമണിയെ കണ്ടു. അവൻ അതിനെ എടുത്തു തന്റെ വയലിൽ കൊണ്ടുവന്നിട്ടു. ആമേൻ, സ്തോത്രം, ആമേൻ. ആ വയലിന്റെ അകത്ത് നിന്ന് ആ കടുകുമണി വളർന്നു. ആ കടുകുമണി വളർന്നൊരു വലിയ വൃക്ഷമായി മാറി. ആകാശത്തിലെ പറവകൾ വന്നതിൽ കൂടുകൂട്ടി എന്ന് വേദപുസ്തകം എഴുതുകയാണ്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു കടുകുമണി കണ്ടു, അതൊരു വലിയ വൃക്ഷമായി മാറി എന്നുള്ളതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു കടുകുമണി കണ്ടു എന്നെഴുതുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നമ്മളൊക്കെ എത്രയോ പാതകളിലൂടെ നടന്നു പോയിട്ടുള്ളതാണ്. എന്നാൽ ഒരു കടുകുമണി എവിടെയെങ്കിലും കിടക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമല്ലേ? ഒരു കടുകുമണി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ മനുഷ്യൻ അത് കണ്ടു എന്ന് എഴുതുന്നതിൽ ഒരു അത്ഭുതമില്ലേ? ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാം, പ്രിയപ്പെട്ടവരെ. ആരും കാണാത്ത നമ്മെ കർത്താവ് കണ്ടു എന്നതല്ലേ ഏറ്റവും വലിയ അത്ഭുതം? ആരും ശ്രദ്ധിക്കാതെ പോയ നമ്മെ യേശു ശ്രദ്ധിച്ചു എന്നുള്ളതല്ലേ നമ്മുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ ആരംഭം? അവിടെ തുടങ്ങുക നമ്മുടെ ജീവിതത്തിലെ അത്ഭുതം. യേശു കണ്ടു. സ്തോത്രം. യേശു കണ്ടു. ഇവിടെ ഒരു മനുഷ്യൻ കണ്ടു, എന്നിട്ട് അവൻ ആ കടുകുമണി എടുത്തു. ഞാൻ ഇതിനെ ഒന്ന് വിവരിക്കാം, പ്രിയപ്പെട്ടവരെ. ഇത് കിടക്കുന്നത് വഴിയരികിലാണ്. ഒത്തിരി പേര് നടന്നു പോകുന്നതിന്റെ ഇടയിൽ എവിടെയോ കിടന്ന കടുകുമണി, ആളുകളുടെ കാൽപാദങ്ങൾക്ക് കീഴെ ചതഞ്ഞരഞ്ഞു പോകേണ്ട കടുകുമണി. പക്ഷെ ആ മനുഷ്യൻ അതിനെ കണ്ടു, അതിനെ കൈവെള്ളയിൽ എടുത്തു. ഇപ്പൊ ആ കടുകുമണി ഇരിക്കുന്നത് ഉടയവന്റെ കൈക്കകത്താണ്. പ്രിയപ്പെട്ടവരെ, ചതഞ്ഞരഞ്ഞു പോകേണ്ട കടുകുമണി ഇപ്പോൾ ഇരിക്കുന്നത് ഉടയവന്റെ കൈവെള്ളയ്ക്കകത്താണ്. ദൈവത്തിന്റെ കൈയുടെ പ്രത്യേകത, ആ കൈയിൽ നിന്നും അതിനെ പിടിച്ചെടുക്കാൻ ഒരാൾക്കും കഴിയത്തില്ല. അത്രത്തോളം സുരക്ഷിത സ്ഥാനമാണ് ആ കൈവെള്ള. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൈക്കകത്താണ് കേട്ടോ. ദൈവത്തിന്റെ കൈവെള്ളയ്ക്കകത്താണ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ പൊതിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ പാതയോരത്ത് കിടക്കുമ്പോ 2-3 സാധ്യതകൾ ഞാൻ പറയാം. ഒരിക്കൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. വഴിയരികിൽ കിടക്കുന്ന വിത്തിനെ പറവകൾ കൊത്തുന്ന ഒരു ഉപമ പറഞ്ഞു. ആ സാധ്യത ഞാൻ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. ദൈവവചനം ഒന്ന് പങ്കുവെക്കാൻ ഒരെളുപ്പത്തിന് വേണ്ടി ഒരു ഉപമ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സാധ്യത ഞാൻ കൊണ്ടുവരികയാണ്. ഈ വഴിയരികിൽ കിടക്കുന്ന ഈ കടുകുമണി അതൊരു വിത്താണ്. വേദപുസ്തകം പറയുന്നത് എല്ലാ വിത്തിലും ചെറുത്. വഴിയരികിൽ കിടക്കുന്ന ഈ വിത്തിനെ കൊത്തിയെടുക്കാൻ പറവകൾ വന്നു എന്ന് കരുതുക. രാവിലെ പ്രഭാതത്തിൽ കൂട്ടിൽ നിന്ന് തീറ്റ തേടി പുറപ്പെടുന്ന പക്ഷിക്കൂട്ടങ്ങളിൽ ഏതോ ഒരെണ്ണം ഈ കടുകുമണി കണ്ടതാണ്. അതിനെ കണ്ണുവെച്ചതുമാണ്. കൊത്തി പറക്കാൻ അടുക്കുമ്പോ
തൊട്ടടുത്തുള്ള പറവക്കൂട്ടങ്ങളിൽ ചിലര് പറഞ്ഞു, ഇപ്പോൾ അതിനെ കൊത്തണ്ട, തിരിച്ചു വരുമ്പോൾ കൊക്കിനിടമുണ്ടെങ്കിൽ കൊത്താം. അങ്ങനെ തിരിച്ചു വന്നിട്ട് ആ കടുകുമണി കിടന്ന സ്ഥലത്ത് മുഴുവൻ അതിനെ പരിധി നോക്കിയാലും ഇപ്പോൾ ആ കടുകുമണി അവിടെ കിടക്കുകയില്ല. കാരണം ഉടയവൻ അതിനെ കൈവെള്ളയിൽ എടുത്തു കഴിയും. ഒരു ദൂത് ഇതിനകത്തുനിന്ന് ഞാൻ കൈമാറാം. പ്രിയപ്പെട്ടവരെ, ആ പക്ഷി ആ കടുകുമണിയെ നോട്ടമിട്ടതുപോലെ രോഗം നമ്മെ നോട്ടമിട്ടതാ, അനർത്ഥം നമ്മെ നോട്ടമിട്ടതാ, മരണം നമ്മെ നോട്ടമിട്ടതാ, പ്രതിസന്ധികൾ നമ്മെ നോട്ടമിട്ടതാ, കൊത്തിപ്പറക്കും എന്നുറപ്പിച്ചതാ. പക്ഷെ അത് വന്ന് കൊത്തുന്നതിന് മുമ്പ് ഉടയവൻ തന്റെ കൈവെള്ളയിൽ എടുത്തത് കൊണ്ട്, ആയുസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് കർത്താവിനെ സ്തുതിക്കാൻ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം കൃപ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിതത്തിൽ അനുഭവമുള്ളവരുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ അറിവിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയണം, അതേ കർത്താവേ, ആ രോഗം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോ അതെന്റെ അവസാനമാണെന്ന് ഞാൻ കരുതിയതാണ്. ആ പ്രതിസന്ധി എനിക്ക് നേരെ വന്നപ്പോൾ വല്ലാതെ മുടിഞ്ഞു പോകുമെന്ന് ഓർത്തതാണ്. ആ പ്രയാസം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഇനി രക്ഷപ്പെടില്ലെന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ നോട്ടമിട്ട പല ശക്തികളും പല അനുഭവങ്ങളും എൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് എൻ്റെ കർത്താവിനെ കൈവെള്ളയിൽ മറച്ചത് കൊണ്ട് ഇന്നും എനിക്ക് ആരോഗ്യവും ആയുസ്സും ദൈവം തന്നിരിക്കുകയാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊള്ളണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ പക്ഷിക്കൂട്ടങ്ങളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഉടയവൻ കൈവെള്ളയിൽ എടുത്തിട്ട് തന്റെ വയലിൽ കൊണ്ടിട്ട് കേട്ടോ. ആ വയലിൽ കിടന്നത് വളരാൻ തുടങ്ങി. ആ വയലിൽ വന്ന് വീണപ്പോൾ അവിടെ കിടക്കുന്ന പല വിത്തുകളും മുളച്ചു വന്ന് തലയ്ക്ക് മീതെ ഉയർന്നു നിൽക്കുന്ന പലതും ഈ കടുകുമണിയെ നോക്കി പറഞ്ഞത്രേ, അതെ, ഇതിന്റെ അകത്ത് ഇനി അനേകരുടെ ചവിട്ട് കൊണ്ടുവന്ന് കിടക്കുന്നതാ, ഇതിനകത്തുനിന്ന് ഒരു മുളയും പൊട്ടുകയില്ല. അങ്ങനെ പരിഹസിച്ച് നിൽക്കുമ്പോ അതിൻ്റെ അകത്തു നിന്ന് മുള പൊട്ടാൻ തുടങ്ങി. മുള പൊട്ടിയപ്പോ, കടുകുമണിയിൽ നിന്ന് മുള പൊട്ടി വരാൻ തുടങ്ങിയപ്പോ അവിടെ നിൽക്കുന്ന വിളകളെല്ലാം കൂടെ പറഞ്ഞു, മുള പൊട്ടിയെന്ന് വിചാരിക്കണ്ട, ഞങ്ങളുടെ തലപ്പൊക്കത്തോളം നീ വരത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരുടെയും തലയ്ക്ക് മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, നീ 6 or 7 അടി പൊക്കത്തിന് മുകളിലേക്ക് ഒരു കടുക് ചെടിയും വളർന്ന ചരിത്രമില്ല, അതുകൊണ്ട് നീ അതിന്റെ മുകളിൽ പൊങ്ങുകയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 6 or 7 അടി പൊക്കത്തിന്റെ മുകളിലേക്കും ഈ കടുകുമണി വളർന്നു കയറാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, ഒരു കാറ്റടിച്ചാൽ നിന്റെ തണ്ടിന് ബലമില്ലാത്തത് കൊണ്ട് നിന്റെ തല ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ തണ്ടിന് ബലമേറി വന്നു. ഒരു വലിയ വൃക്ഷത്തിന്റെ സ്വഭാവത്തിലേക്ക് ആ കടുക് ചെടി വളർത്തപ്പെട്ടു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പക്ഷിക്കൂട്ടങ്ങൾ വന്ന് അതിൽ കൂടുവയ്ക്കാൻ തുടങ്ങി. ഏതു പക്ഷിക്കൂട്ടങ്ങൾ? പണ്ട് കൊത്തി പറക്കാൻ നോക്കിയ പല പക്ഷികൾക്കും ഇന്ന് നാട്ടിൽ ഒരു വീടും കൂടുണ്ടെങ്കിൽ അത് ഈ കടുക് ചെടിയായി മാറി, അത് ഈ കടുക് വൃക്ഷമായി മാറി. ഒരു ദൂത് ഞാൻ പറയാം, ഉപദ്രവിക്കാൻ നോക്കിയവർക്കും ഉടയ്ക്കാൻ നോക്കിയവർക്കും വഴി അടയ്ക്കാൻ നോക്കിയവർക്കും എല്ലാം നിങ്ങളൊരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. അവരെ സംരക്ഷിക്കാൻ, അവരെ അനുഗ്രഹിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. ചേർന്നാമേൻ പറയാൻ കഴിയുന്നവർ ദൈവസന്നിധിയിൽ ആമേൻ പറഞ്ഞ് ഈ വചനത്തെ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുക. കാണുന്നൊരു ദൈവം. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് യേശു കണ്ടു എന്ന വാക്യത്തിനകത്തുനിന്ന്. ദൈവം കണ്ടാൽ എത്രത്തോളം വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അത് പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു എന്നാണ്. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. ആമേൻ. കർത്താവ് കണ്ടാൽ ഇത്ര അത്ഭുതമാണെങ്കിൽ കർത്താവ് അറിഞ്ഞാലോ? ആമേൻ, സ്തോത്രം. വേദപുസ്തകത്തിനകത്ത് മോശയോട് ദൈവം പറയുന്ന ഒരു ഭാഗം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മോശെ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ആമേൻ. യിരെമ്യാവിനെ കുറിച്ച് എഴുതുകയാണ്, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ട് ജനതകളുടെ പ്രവാചകനായി ഞാൻ നിന്നെ വേർതിരിച്ചിരിക്കുന്നു. ജനതകളുടെ പ്രവാചകനായി ഞാൻ നിന്നെ വേർതിരിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ് എഴുതുന്നത്. ദൈവം കണ്ടാൽ ഇത്രയും വിടുതലാണെങ്കിൽ ദൈവം അറിഞ്ഞാൽ എന്തുമാത്രം ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയ, ആമേൻ. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, അവൻ കിടക്കുന്ന യേശു കണ്ടു,
ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. മൂന്നാമത്തെ ഭാഗം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ വിഷയത്തിൽ യേശു ഇടപെടുകയാണ്. 3 പദങ്ങൾ പറഞ്ഞ് ഞാൻ അതിനെ യോജിപ്പിക്കാം. 1, യേശു അവനെ കണ്ടു. 2, യേശു അവനെ അറിഞ്ഞു. 3, യേശു അവന്റെ വിഷയത്തിൽ ഇടപെട്ടു. 3 വാക്കുകൾ തമ്മിൽ ഞാൻ യോജിപ്പിക്കുന്നു. കണ്ട്, അറിഞ്ഞ്, ഇടപെടുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, കണ്ടറിഞ്ഞ് ഇടപെടുന്ന ഒരു നല്ല കർത്താവ്. അങ്ങനെ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു, ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ മരിച്ചു പോയ ഒരു ദൈവമല്ല. അവൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നവരെല്ലാം ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞ ദൈവത്തിന് ആരാധന കൊടുക്കുക. ഹല്ലേലൂയ. ജീവിതത്തിൽ 38 വർഷമായി രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു, വഴികൾ ഒരുപാടുണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഒരുപാട് ഒരുങ്ങി വന്നതാണ്. പക്ഷെ ആ അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയവനാണ് ഈ മനുഷ്യൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലരെങ്കിലും സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഒരുങ്ങി വന്നിട്ടും ജീവിതത്തിൽ അതിന്റെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയവരുണ്ടാകാം. കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കർത്താവ് നിങ്ങളെ കുറിച്ച് ആശിക്കുന്നു. 2-ാമത്തെ കാര്യം, ഒറ്റപ്പെട്ടവനാണ് ഈ മനുഷ്യൻ. ഒറ്റപ്പെട്ടവനാണ്. ഒത്തിരി ഒറ്റപ്പെടലുകളുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാക്ക്, ഞാൻ തനിയെ ചെല്ലുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ എനിക്ക് ആരുമില്ല തുടങ്ങിയ പദങ്ങൾ ആ മനുഷ്യൻ പറയുന്നത് കേട്ടാൽ നമുക്കറിയാം അദ്ദേഹം ഒറ്റപ്പെടൽ അനുഭവിക്കുക. വേറെ ആരുടെ മുമ്പിലും ഇദ്ദേഹം ഇത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശുവിന്റെ മുമ്പിൽ പറയുക എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ സാന്നിധ്യം അടുത്ത് കിട്ടിയപ്പോൾ മനസ്സിനകത്ത് വർഷങ്ങളായി ഒളിപ്പിച്ച വേദനയുടെ വാക്കുകൾ അറിയാതെ പുറത്തു വരിക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കാൻ ഒരു ഇടമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയാണ്, യേശുവിന്റെ പാദപീഠമാണ്. കർത്താവിന്റെ പാദപീഠമല്ലാതെ വിശ്വസിച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഭൂമിയിൽ ഉലകത്തിൽ ഒരിടവുമില്ല കേട്ടോ. യേശുവിന്റെ സാന്നിധ്യം അടുത്ത് കിട്ടിയപ്പോൾ വർഷങ്ങളായി അകത്തു സൂക്ഷിക്കുന്ന വേദനയുടെ വാക്ക് അദ്ദേഹം പറയുകയാണ്. കുടുംബക്കാരാരുമില്ല, കൂട്ടുകാരാരുമില്ല, വേണ്ടപ്പെട്ടവരാരുമില്ല, കൈപിടിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ 38 വർഷം കൊണ്ട് കുളത്തിന്റെ കരയിൽ താൻ ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങൾ നിരവധിയാണ്. പ്രിയപ്പെട്ടവരെ, 5 ദിവസം ഹോസ്പിറ്റലിൽ ഒരു ജനറൽ വാർഡിൽ എവിടെയെങ്കിലും അഡ്മിറ്റ് ആയാൽ തൊട്ടടുത്തുള്ള പരിചയക്കാർ എത്ര പേരായിരിക്കും? അവിടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ ആയിട്ട് എത്ര പേര് പരിചയപ്പെടും? ആമേൻ. 38 വർഷമായി ഒരിടത്ത് താമസിക്കുന്ന ഒരാൾക്ക് എത്ര ബന്ധങ്ങൾ അവിടെ കാണും? അവിടെ വന്നു പോകുന്നവരുമായി, സ്ഥിരമായിട്ട് അവിടെ പാർക്കുന്നവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ കാണും. പക്ഷെ ഇദ്ദേഹത്തിന്റെ പരാതി, സമയം വരുമ്പോൾ, ഒരവസരം വരുമ്പോൾ, രക്ഷപ്പെടാനുള്ള നേരം വരുമ്പോൾ കൈക്ക് പിടിക്കാൻ ഒരാളില്ലെന്നുള്ളതാണ്. ജീവിതത്തിൽ നിർണായകമായ ഒരു സമയം വരുമ്പോൾ, രക്ഷപ്പെടുവെന്ന് ഉറപ്പിക്കുന്ന സമയത്ത്, അതുവരെ ഒത്തിരി പേര് കൂടെ ഉണ്ട്. ഇവരെല്ലാം കൂടെ ഉണ്ടെന്ന് ആ മനുഷ്യൻ ഉറപ്പിച്ചത്. പക്ഷേ സഹായിക്കേണ്ടുന്ന നേരം വരുമ്പോൾ, കൈ പിടിച്ചിറക്കാൻ ഒരാളെ അന്വേഷിച്ചാൽ ഒരാളും സഹായിക്കാനില്ല. ഒത്തിരി പേര് ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഏകാന്തത അനുഭവിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ കിടക്കുകയാണെങ്കിലും ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും അനുഭവത്തിലൂടെ പോകുന്നവനെ യേശു കണ്ടെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒത്തിരി പേരുണ്ട്. അപ്പൻ, അമ്മ, സഹോദരി, സഹോദരൻ, ഭർത്താവ്, ഭാര്യ, മക്കൾ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, എല്ലാവരും ഉണ്ട്. പക്ഷെ ജീവിതത്തിന്റെ ഒരു നിർണായക സമയത്ത് രക്ഷപ്പെടുമെന്നൊരു ഘട്ടം വരുമ്പോൾ കൈക്ക് പിടിക്കാൻ, ഒന്ന് സഹായിക്കാൻ, ഒന്ന് ആ കുളത്തിലേക്ക് ഇറക്കാൻ ഈ മനുഷ്യൻ ആരും ഇല്ലാതെ പോയതുപോലെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ചിലരോട് കർത്താവ് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, കാണുന്നൊരു ദൈവം ഉണ്ട് കേട്ടോ, അറിയുന്നൊരു ദൈവം ഉണ്ട് കേട്ടോ, ഇടപെടുന്നൊരു കർത്താവുണ്ട് കേട്ടോ. സഹായിപ്പാൻ ആരുമില്ലെന്ന് വിചാരിക്കണ്ട. ഒറ്റപ്പെടലിന്റെ നടുവിൽ സഹായിക്കാൻ ഇറങ്ങി വരുന്നൊരു നല്ല കർത്താവുണ്ട്. വിശ്വാസത്തോടെ ആ കർത്താവിൽ ഒന്ന് മുറുകെ പിടിക്കാവോ? എങ്കിൽ ആ കർത്താവിന്റെ കരം നമുക്ക് ആശ്വാസമായി, ധൈര്യമായി വെളിപ്പെട്ടു വരും.
മൂന്നാമത്തെ കാര്യം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്കിലും യേശു പറയുന്ന വാക്ക് അദ്ദേഹം കേട്ടു എന്നുള്ളതാണ്. യേശു പറയുന്ന വാക്ക് അദ്ദേഹം കേട്ടു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കർത്താവ് സൗഖ്യമാക്കുകയായിരുന്നു. യേശു സൗഖ്യമാക്കി. കർത്താവ് പറഞ്ഞു, നിന്റെ കിടക്കെടുത്ത് നടക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ പലരും പറയുന്നു തടസ്സവാദമാണ് പറഞ്ഞതെന്ന്. തടസ്സവാദമല്ല, തന്റെ ജീവിതത്തിലെ അനുഭവമാണ് പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ ഉള്ള കാര്യം പറയുമ്പോൾ പലരും അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ നമ്മിലെ കുറ്റങ്ങൾ കണ്ടെത്താറുണ്ട്. ഇയ്യോബിന്റെ ജീവിതത്തിൽ അതല്ലേ സംഭവിച്ചത്. തന്റെ സ്നേഹിതന്മാർ തന്റെ അനുഭവത്തെ നേരായി ഉൾക്കൊള്ളുവാൻ കടന്നു വന്നവരാണ്. പക്ഷേ അവര് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചു. അതല്ലേ അവരോട് ദൈവം കോപിക്കുന്നത്? അതല്ലേ ഇയ്യോബിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നത്? അപ്പോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്തായിരുന്നു സമ്മർദ്ദം? എന്തത്തോട് കർത്താവ് പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുമ്പോ അന്നത്തെ ദിവസം ശബത്തായിരുന്നു. ശബത്ത് ദിവസം ഇത് ചെയ്യാൻ പാടില്ല, ഏതൊരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യഹൂദന്റെ നിയമം. ഈ സമ്മർദ്ദം നിലനിൽക്കെ അദ്ദേഹം ഈ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പോകാതെ യേശു പറഞ്ഞ വാക്കിന് അനുസരണം കാണിച്ചു. ജീവിതത്തിൽ ഒത്തിരി സമ്മർദ്ദം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന്റെ, കുടുംബത്തിന്റെ, ജോലിയുടെ, ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും ദൈവം പറയുന്നത് എന്താണോ അത് കേൾക്കാൻ നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അദ്ദേഹം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലും യേശു പറയുന്ന വാക്ക് അദ്ദേഹം അനുസരിച്ചു. 38 വർഷമായി താൻ കിടക്കുന്ന കിടക്ക അദ്ദേഹം ചുരുട്ടുക. ഞാൻ അതിങ്ങനെ വ്യാഖ്യാനിക്കുക. അയാൾ ചുരുട്ടിക്കൂട്ടുന്നത് കിടക്കയാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൽ ഒന്ന് നോക്കിയപ്പോ കണ്ടത് 38 വർഷമായി തന്നെ ചുരുട്ടിക്കെട്ടിയ രോഗത്തെയാ താനിപ്പോ ചുരുട്ടിക്കെട്ടുന്നത്. 38 വർഷമായി തന്നെ ചുരുട്ടിക്കെട്ടിയ രോഗത്തെ തിരിച്ചൊന്ന് ചുരുട്ടിക്കെട്ടാൻ സ്വർഗത്തിലെ ദൈവം അവനെ അനുഗ്രഹിച്ചെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന രോഗമാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, വേദനകളാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതിനെ തിരിച്ചൊന്ന് ചുരുട്ടിക്കെട്ടാനുള്ള ദൈവത്തിന്റെ കൃപ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ അന്തരാത്മാവിൽ ഇന്ന് പകലിൽ ചലിക്കട്ടെ. ഇന്ന് പകലിൽ ആ വചനത്തിന്റെ ശക്തി നിങ്ങൾക്ക് അധികം കരുത്തു തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. 38 വർഷമായി അവൻ അനുഭവിച്ചതിനെ തിരിച്ചു ചുരുട്ടാൻ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഈ കിടക്കയ്ക്ക് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ കിടക്ക പറഞ്ഞേനെ, 38 വർഷമായി ഞാൻ ഇവനെ ചുമക്കുക, ഇനി ഒരു പ്രതീക്ഷയും ഇവനെ കുറിച്ച് എനിക്കില്ല, ജീവനുള്ള കാലം വരെ മരിക്കുന്നത് വരെ ഞാൻ ഇവനെ ചുമക്കേണ്ടി വരും, ഇവൻ എനിക്കൊരു ബാധ്യതയാണ് എന്ന് പറയാൻ സാധ്യതയുണ്ട് കിടക്ക. പക്ഷെ അങ്ങനെ പറയുന്ന കിടക്കെ ഇവൻ തിരിച്ചു ചുമക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഇവൻ എനിക്കൊരു ബാധ്യതയാണ്, ഇവനെ ഞാൻ ആയുസ് മുഴുവൻ സഹായിക്കേണ്ടി വരും എന്ന് ചിന്തിച്ചവനെ സ്വർഗത്തിലെ ദൈവം ആ കിടക്കയെ തിരിച്ചു ചുമക്കാൻ അന്ന് അനുവദിച്ചെങ്കിൽ നിങ്ങളെ സഹായിച്ചവരെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ, നിങ്ങളെ ചേർന്ന് നിന്നവരെ, നിങ്ങൾക്കൊരിടം ഒരുക്കിയവരെ തിരിച്ചു സഹായിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങൾക്ക് കൃപ തരാൻ. നാലാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ പ്രയോറിറ്റിയാണ്. സൗഖ്യമായി കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്റെ വീട്ടുകാരെ കാണാൻ, കൂട്ടുകാരെ കാണാൻ, നാട് കാണാൻ തിരിച്ചു പോകാം. പക്ഷെ അദ്ദേഹം ആദ്യം കയറിയത് ദൈവത്തിന്റെ ആലയത്തിനകത്താണ്. ദൈവത്തിന്റെ ആലയത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി വർഷിപ്പായിരുന്നു, ആരാധനയായിരുന്നു. ആലയത്തിലേക്ക് കയറിപ്പോകുന്ന ആളുകൾ ശരീരശുദ്ധി വരുത്തുന്ന, അല്ലെ ആടുകളെ കുളിപ്പിക്കുന്ന ഈ കുളത്തിന്റെ കരയിൽ ദീർഘവർഷങ്ങളായി കിടക്കുമ്പോൾ ആരാധനയുടെ വെളിപ്പാടകത്ത് കയറിയോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ആരാധിക്കണമെന്നൊരാഗ്രഹം അകത്ത് കിടക്കുക. എങ്കിലും ആരാധിക്കേണ്ട പോലെ ആരാധിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. 38 വർഷമായി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വല്ലാത്തൊരാഗ്രഹം അന്ന് സഫലീകരിക്കപ്പെടുകയായിരുന്നു. അവൻ ആലയത്തിൽ കയറി ആരാധന. പ്രിയപ്പെട്ടവരെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും ചെയ്ത് അങ്ങ് പോവുകയല്ല വേണ്ടത്. ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, ദൈവിക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക.
ഇദ്ദേഹം മുൻഗണന കൊടുത്തത് ദൈവിക കാര്യങ്ങൾക്കാണ്, ആത്മീക കാര്യങ്ങൾക്കാണ്, ആരാധനയ്ക്കാണ്. അദ്ദേഹം ആ ആലയത്തിനകത്ത് കടന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, ഇദ്ദേഹത്തെ കുറിച്ചുള്ള അഞ്ചാമത്തെ വസ്തുത, ഇദ്ദേഹം അത്ഭുതങ്ങളിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അത്ഭുതങ്ങളിൽ വിശ്വസിച്ചു. ഇതുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത്ഭുതങ്ങളിൽ വിശ്വസിച്ചു. അപ്പൊ ചോദ്യം, നീ അത്ഭുതത്തിൽ വിശ്വസിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അത്ഭുതം സംഭവിച്ചില്ലല്ലോ. ഉടനെ അദ്ദേഹം മറുപടി പറയും, ഞാൻ അത്ഭുതത്തിൽ വിശ്വസിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു അത്ഭുതം നടന്നില്ല എന്ന് കരുതി എന്റെ ജീവിതത്തിൽ ഇനി ഒരു അത്ഭുതം ഇല്ലെന്നല്ല. എന്റെ അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. എന്റെ അത്ഭുതം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കാനുള്ള നേരം വരാനുള്ള ആ ടൈം ആയിക്കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയും. എന്തായിരുന്നു അത്ഭുതം? അദ്ദേഹം വിശ്വസിച്ച അത്ഭുതം നാച്ചുറലായ ഒരു അത്ഭുതമല്ല. അദ്ദേഹം വിശ്വസിച്ച അത്ഭുതം പ്രകൃതി നിയമങ്ങളെ പോലും മറികടക്കുന്ന ഒരു അത്ഭുതമായിരുന്നു. നോക്കി നിൽക്കുന്ന നേരത്ത് ദൂതൻ വന്നിറങ്ങി കുളത്തിലെ വെള്ളം കലക്കും. അതിനുശേഷം ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകും എന്ന് പറഞ്ഞാൽ യുക്തി കൊണ്ട് ചിന്തിക്കുന്ന, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരാളും അതിനെ അംഗീകരിക്കുകയില്ല. യുക്തി കൊണ്ട് ചിന്തിക്കുന്നവൻ അതിനെ എതിർക്കും. ഇങ്ങനൊന്നും നടക്കുകയല്ല. പക്ഷെ അദ്ദേഹം അത് വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ പലതും അദ്ദേഹം കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ദൈവിക ഇടപെടലുകളെ ആത്മാർത്ഥമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന ദൈവിക ഇടപെടലുകൾ സംഭവിക്കും. അത് കാനാവിലെ കല്യാണ വീട്ടിൽ നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂ പ്രയാണത്തിനിടയിൽ മന്ന പെയ്തു വീത് നമ്മൾ കണ്ടതാണ്. കിടന്നുറങ്ങുന്ന നേരത്ത് മുറ്റത്ത് മന്ന കൊടുത്തെങ്കിൽ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുപാട് നേരമൊന്നും വേണ്ട. കിടന്നുറങ്ങുന്ന നേരം മതി ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ. ഒറ്റ രാത്രി കൊണ്ട് വലതൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ശലോമോൻ ജ്ഞാനിയായി മാറിയത് ഒറ്റ രാത്രി കൊണ്ടല്ലേ? അഹരോന്റെ വടി തളിർത്തത്, പൂത്തത്, ബദാം കായ്ച്ചത് ഒറ്റ രാത്രി കൊണ്ടല്ലേ? ദൈവത്തിന് ചിലത് ചെയ്യണമെങ്കിൽ ഒരുപാട് നേരമൊന്നും വേണ്ട. ദൈവത്തിന് ചിലത് ചെയ്യണമെങ്കിൽ ചില മണിക്കൂറുകൾ മതി. കിടന്നുറങ്ങുന്ന നേരം കൊണ്ട് ദൈവം ചിലത് ചെയ്യുമെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തിന്, ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ, നിങ്ങൾ US-ൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ കേരളത്തിൽ നിന്നോ എവിടെ നിന്ന് ജോയിൻ ചെയ്തതാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളിൽ ഒന്ന് ഇടപെടാൻ ഒരുപാട് മണിക്കൂറുകൾ വേണ്ട, മാസങ്ങളുടെ കാലദൈർഘ്യം വേണ്ട, ദൈവത്തിന് ഇടപെടാൻ ചില മിനിറ്റുകൾ പോലും വേണ്ട. ദൈവം അത്ഭുതകരമായി ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. അവൻ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചു, പ്രകൃതിയാതീതമായ ദൈവിക ഇടപെടലുകളിൽ വിശ്വസിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, ഇതുപോലെ ദൈവസന്നിധിയിൽ വിശ്വസിക്കാൻ തയ്യാറായ ഒരുവന്റെ ജീവിതത്തിൽ കർത്താവ് കണ്ട് അറിഞ്ഞ് ഇടപെട്ടെങ്കിൽ, ഈ വചനം കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട് അറിഞ്ഞ് ഇടപെടുന്ന കർത്താവിന്റെ മഹത്വം ഇന്ന് പകലിൽ വെളിപ്പെടട്ടെ, ഈ രാത്രിയിൽ വെളിപ്പെടട്ടെ. കണ്ണുകൾ ദൈവസന്നിധിയിൽ മൂടുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ സമയം കണ്ടെത്തുകയാണ്. എല്ലാവരും കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഈ ദൈവവചനത്തിന് മുമ്പിൽ ഒന്ന് ആത്മാർത്ഥമായി സമർപ്പിച്ചു പ്രാർത്ഥിച്ചേ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ച എല്ലാ വാക്കുകളും ഒരുപക്ഷെ നിങ്ങളെ തൊട്ടു എന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല. എന്നാൽ ഏതെങ്കിലും ഒരു വചനം, ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ, അത് നിങ്ങളോടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇതെന്റെ അനുഭവമാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് അവിടെ ഇരുന്നുകൊണ്ട് ആ വചനം ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ സ്പർശിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളെ ഒന്ന് തൊടട്ടെ. ഇന്ന് ഈ വചനത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ശരീരത്തിനകത്ത് ചലിക്കട്ടെ. നിങ്ങളിൽ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ചിന്തിച്ചത് 38 വർഷമായ ഒരുവന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റവും ഇല്ലാതിരുന്നപ്പോൾ യേശു ഇടപെട്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ സൗഖ്യമായതാണ്. വചനം പറയുന്നത് 9-ാമത്തെ വാക്യത്തിൽ ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി നടന്നു എന്നാണ്. ഉടനെ 38 വർഷമായി ഒന്നും നടന്നില്ല.
ഇനിയൊന്നും നടക്കാനും പോകുന്നില്ല, അടുത്ത കാലത്തൊന്നും സംഭവിച്ചില്ല, ഇനി ഒട്ടൊന്നും നടക്കാനും പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നവന്റെ ജീവിതത്തിൽ ഉടനെ ഒരു ദൈവപ്രവൃത്തി സംഭവിച്ചെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ ഒരു ദൈവപ്രവൃത്തി, കാലങ്ങൾ കഴിഞ്ഞല്ല, മാസങ്ങൾ കഴിഞ്ഞല്ല, പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഹന്ന എന്ന് പറയുന്ന സ്ത്രീ ദൈവത്തിന്റെ ആലയത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഏലി പുരോഹിതന്റെ ആശീർവാദങ്ങളും കേട്ട് തിരിച്ചു മടങ്ങുമ്പോൾ തിരുവചനം എഴുതി, പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, അരുളപ്പാടുകൾ നമ്മുടെ മുഖത്തിന്റെ വാട്ടങ്ങളെ മാറ്റും. അരുളപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷവും ധൈര്യവും പകരും. അരുളപ്പാടുകൾ നമ്മെ അധികം ബലപ്പെടുത്തും. ദൈവത്തിന്റെ ശബ്ദം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാ കണ്ണുകളും മൂടി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം കേട്ട ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിക്കട്ടെ. ഈ വചനത്തിന്റെ ഐശ്വര്യം, ഈ വചനത്തിന്റെ മഹത്വം, ഈ വചനത്തിന്റെ സാധ്യത, ഈ വചനത്തിന്റെ ശക്തി സകല ഉള്ളങ്ങളിലും ഇന്ന് പകലിൽ ചലനമായി മാറട്ടെ, ജീവനായി മാറട്ടെ, ശക്തിയായി മാറട്ടെ, രൂപാന്തരമായി മാറട്ടെ. കണ്ട് അറിഞ്ഞ് ഇടപെടുന്ന നല്ല കർത്താവിന്റെ കൈക്ക് പിടിക്കുവാൻ, അങ്ങയിൽ തന്നെ ആശ്രയിക്കുവാൻ, അങ്ങയുടെ സന്നിധിയിൽ ജീവിക്കുവാൻ, അങ്ങയുടെ ഇഷ്ടങ്ങളെ ചെയ്യുവാൻ, അങ്ങയുടെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ, അങ്ങയുടെ ജ്യോതിർഗോളമായി പ്രകാശിക്കുവാൻ കർത്താവിൽ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ വചനം കൊണ്ടങ്ങ് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹൃദയത്തിൽ ഭാരം കൊണ്ട് നടക്കുന്നവരുടെ മേൽ ഭാരങ്ങൾ ഉരുകി മാറട്ടെ. ഇപ്പോൾ രോഗങ്ങളുടെ മേൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വന്നു, ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾക്ക് നിത്യജീവൻ അവകാശമായി നൽകി ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി മാറ്റിയിരിക്കുകയാൽ പുത്രത്വത്തിന്റെ അവകാശത്തിലും അധികാരത്തിലും നിന്നുകൊണ്ട് ഇപ്പോൾ ശരീരങ്ങളോട് സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആരോഗ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, മാനസിക ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആത്മീയമായി വളരാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിയാതെ, മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ക്ഷീണത്തോടെ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ പുത്തൻ കരുത്തും ബലവും ആത്മാവിൽ പകരാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയെ അധികം ആസ്വദിക്കുവാൻ, പരിശുദ്ധാത്മാവെ അങ്ങയെ അടുത്തറിയുവാൻ ഓരോരുത്തരെയും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. നമ്മളെ കേൾപ്പിച്ച വചനങ്ങൾക്ക് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. വളരെ ശ്രദ്ധിച്ച് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, നമ്മളെ കാണുന്ന ഒരു ദൈവം, ആരും നമ്മളെ കാണുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മളെ കാണുന്ന ഒരു ദൈവം ഉണ്ട് എന്ന്. കാരണം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഹാഗാറിനെ കണ്ട ദൈവം, അതിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചത്, സാറാ പോലും അറിയാതെ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഒളിച്ചോടി പോകാൻ പോയ ഹാഗാറിനെ കണ്ട ഒരു ദൈവം. നമ്മളെയും നമ്മളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ആരും നമ്മളെ കാണുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ കാണുന്ന ഒരു ദൈവം ആണ് നമ്മളുടെ ദൈവം. നമ്മളുടെ കഷ്ടതകൾ അറിയുന്ന, മോശയോട് പറഞ്ഞ കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ എടുത്തെടുത്ത് പറഞ്ഞു. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മളോട് കൂടെ ചേർന്ന് നടക്കുന്നവർ പോലും അറിയുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ ഭാവിക്കുകയും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ജനമാണ്. അവരോട് പറയുന്നത് എന്താണ്? എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഉറപ്പിച്ച് പറയുകയാണ്. ഞാൻ തീർച്ചയായും അത് കണ്ടു. അത് ആ കഷ്ടതയുടെ കാര്യങ്ങളോടെ പറഞ്ഞു. ഊഴിയ വിചാരകന്മാരാൽ അവർക്കുണ്ടാകുന്ന വെറും കഷ്ടത മാത്രമല്ല, ആ കഷ്ടതയുടെ സോഴ്സ് പോലും കർത്താവ് കണ്ടു. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകളെ കാണുന്ന
ഒരു ദൈവമാണ്. ആ ശൂന്യതകളെ നിറയ്ക്കുവാൻ മതിയായവനായ ഒരു ദൈവം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആരും ശ്രദ്ധിക്കപ്പെടാത്ത അവസ്ഥകളിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളത് മറന്നു പോകരുത്. എൻ്റെ പ്രാർത്ഥന ദൈവം ഇതുവരെ കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം തൻ്റെ തുരുത്തിയിൽ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെ കാണുക മാത്രമല്ല, നമ്മളെ അറിയുന്ന ഒരു ദൈവം. അറിയുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലെ വിചാരങ്ങളും ചിന്തകളും, നന്മയ്ക്കായിട്ടുള്ളതും തിന്മയ്ക്കായിട്ടുള്ളതുമായ ചിന്തകളെ ഒരുപോലെ അറിയുന്ന ഒരു ദൈവമാണ്. അത് അറിഞ്ഞിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. അറിഞ്ഞിട്ട് ഇതൊക്കെ അറിഞ്ഞേച്ചങ്ങ് നടന്നു പോകുകയല്ല. അവൻ നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് 38 വർഷം ഞാനിവിടെ ഇരുന്നപ്പം ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഒരു ദിവസം ഒരു പ്രാവശ്യം ദൂതൻ വന്ന് വെള്ളം കലക്കുമെങ്കിൽ 38 വർഷം കൊണ്ട് 13,870 തവണ വെള്ളം കലങ്ങിയിട്ടുണ്ട്. അത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും വിടുതൽ കിട്ടാത്തടത്ത് ഒരൊറ്റ നിമിഷം കൊണ്ട് വിടുതൽ കൽപ്പിക്കുവാൻ മതിയായവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കാതെ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, അവൻ എൻ്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ മതിയായവനെന്ന് ഉറച്ചുകൊണ്ട് ആ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നുവോ, ദൈവം പ്രവർത്തിക്കും. അസാധ്യമായതാണ് പറയുന്നത്. പക്ഷപാതക്കാരനോട് അവർ നിന്റെ കിടക്ക എടുത്തേച്ച് നടക്കാൻ പറയും. ആ മോമെന്റിൽ ഹീലിംഗ് തരുവാൻ, ആ മോമെന്റിൽ കാര്യങ്ങൾക്ക് രൂപാന്തരം വരുത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഉറച്ചുകൊണ്ട് കേട്ട വചനങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോകാതെ ഇതിൻ്റെ നടുക്കുള്ള ഒരു ബ്രെയിൻ ഉണ്ട്, അവിടെ ഇതൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. കേട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മൾക്ക് നമ്മളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. തോമസ് ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. നമുക്ക് എല്ലാവർക്കും തലയില വണക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കൂട്ടായ്മയും കൂടെ കർത്താവ് തന്നല്ലോ. ഞങ്ങളുടെ പ്രിയ തോമസ് മത്തായി ബ്രദറിന് വേണ്ടി, സിസ്റ്റർ ലിൻഡായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും എന്തെയും ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ വാത്സല്യ ദൈവജനത്തെയും തിരുകരത്തിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹീതമായ ഗാനശുശ്രൂഷ നിർവഹിക്കുവാൻ ലാലു ബ്രദറിനെ കർത്താവ് ബലപ്പെടുത്തി. ഞങ്ങൾക്ക് യേശുവല്ലാതെ മറ്റൊരാശ്രയമില്ല. വൻഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടാലും അങ്ങയുടെ മാറിൽ ചാരി ഞങ്ങൾക്ക് ആശ്വസിപ്പാൻ വകയുണ്ടല്ലോ കർത്താവ്. സ്വർഗത്തിലെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നിലയിലൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ കർത്തദാസിയെ ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് കർത്താവെ, ഡോക്ടർ അലക്സിന്റെ ദേഹവിയോഗത്തിലുള്ള ബന്ധത്തിൽ ദുഃഖത്തിലും ഭാരത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. ദൈവകൃപ ധാരാളം ചൊരിയണനാട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട തിരുവനം ശുശ്രൂഷിക്കുവാൻ പാസ്റ്റർ ടെലസ് ജോസഫിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ നടുവിൽ കൊണ്ടുവന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസന്റെ ശുശ്രൂഷയും ആദരിക്കണമേ, മാനിക്കണമേ. ഞങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നും ഞങ്ങളുടെ പ്രകൃതി അറിയുന്ന ഒരു കർത്താവുണ്ടെന്നും, കർത്താവ് ഞങ്ങളെ കണ്ടാൽ, കർത്താവ് ഞങ്ങളുടെ ഉള്ള അവസ്ഥയെ അറിഞ്ഞാൽ അത് പരിഹാരത്തിന്റെ ചോദ്യവുമായിട്ട് ഞങ്ങളുടെ മുൻപിൽ വരുന്ന ദൈവമാണെന്നും, ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവം, ഞങ്ങളുടെ കഷ്ടത കാണുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു കർത്താവാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട തിരുവനം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭാരപ്പെടാതെ, ചഞ്ചലപ്പെടാതെ, അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ മുന്നേറുവാൻ കൃപ ചെയ്യണമേ. കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവന്റെ പ്രത്യാശകളെ നിറയ്ക്കണമേ. സ്വർഗീയ നിത്യതയുടെ കാഴ്ചപ്പാടിൽ മാത്രം ജീവിത വിലവരുത്തി ജീവിപ്പാൻ ദൈവകൃപ വ്യാപരിക്കേണ്ടതിനോട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സകല മാനവ മഹത്വം അങ്ങയ്ക്ക്
യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മൾ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവമക്കൾക്ക് കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തു യേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മെല്ലാവരോട് കൂടെയും വിശേഷാൽ ശുശ്രൂഷ നിർവഹിച്ച അഭിഷിക്ത കർത്തൃദാസൻ പാസ്റ്റർ ടെലസ് ജോസഫിനോടും കുടുംബത്തോടും കൂടെയും ബ്രദർ തോമസ് മത്തായോടും കുടുംബത്തോടും കൂടെയും കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവരെ ഇന്നതിൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് നമുക്ക് ജയം തന്ന ദൈവത്തിന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വരണമേ. ഗോഡ് ബ്ലെസ് യു ആൾ. ആമേൻ, ആമേൻ. താങ്ക് യു തോമസ് ബ്രദറെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ പാസ്റ്റർക്ക് നിയോഗം? ആരെങ്കിലും പ്രാർത്ഥന ആവശ്യപ്പെട്ടാൽ പ്രാർത്ഥിക്കാം. അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ട്?